ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. നമ്മളൊരു വലിയ ആഘോഷത്തിന്റെ രാത്രിക്ക് ശേഷമാണ് ഇന്ന് രാവിലെ എത്തുന്നത്. ഇന്ത്യൻ ടീമിന് എത്രമാത്രം ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് ഇന്നലെ മുംബൈയിൽ ലഭിച്ചത്. ഇന്ത്യൻ ആരാധകർ അതൊരു അസാധ്യ ആരാധകരാണെന്ന് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതുന്നത് നമ്മൾ കണ്ടു. ആ നീല നിറത്തിൽ മുംബൈയിലെ മറൈൻ ഡ്രൈവ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ളൊരു സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് വൈബ്സുമായി ചേരുമ്പോൾ ഒരുപാട് വാർത്തകൾ, അത് ബ്രിട്ടനിൽ അധികാരമാറ്റത്തിന്റെ വാർത്തകൾ വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ട ഒരു ദൃശ്യവും ഒരു വാർത്തയും ഉണ്ട്. അത് മറ്റൊന്നുമല്ല, KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ കൂടോത്രം. ആ കൂടോത്ര വിവാദം കോൺഗ്രസിനെ എത്രമാത്രം പിടിച്ചുലയ്ക്കും എന്നുള്ളതിന്റെ ഒരു അനുരണനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇന്ന് നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെടും. പ്രത്യേകിച്ചും അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല. കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇന്നലെ. കെ സുധാകരനോടാവട്ടെ, KC വേണുഗോപാലിനോടാവട്ടെ, VD സതീഷിനോടാവട്ടെ, ഇവരാരും ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്താണെങ്കിലും ആ കൂടോത്ര വിവാദം അത് എത്തരത്തിൽ കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കുമെന്നൊക്കെ ഡാൻ കുര്യൻ നമുക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കും. ഇന്നലെ ഡാൻ കുര്യനാണ് അതിന്റെ ദൃശ്യങ്ങളും വാർത്തയും ഒക്കെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകിയത്. അപ്പോൾ നമ്മൾ എന്തായാലും മോർണിംഗ് വൈബ്സ് ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് നേരെ പോകാം ബ്രിട്ടനിലേക്കാണ്. കാരണം ബ്രിട്ടനിൽ ഒരു അധികാരമാറ്റത്തിന്റെ അലയൊലികളാണ് ഉണ്ടാകുന്നത്. ചരിത്ര ജയവുമായി 14 വർഷത്തിന് ശേഷം ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ലേബർ പാർട്ടിക്ക് 410 സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ അങ്ങനെ പ്രധാനമന്ത്രിയാകും. ഇന്ത്യൻ വംശജനും പ്രധാനമന്ത്രിയുമായ ഋഷി സുനക് നയിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് വൻ തിരിച്ചടി ആണ് ലഭിച്ചതെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു. സുവി വിശ്വനാഥൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്ന നമ്മോടൊപ്പം. സുവി, 131 സീറ്റുകളിൽ കൺസർവേറ്റീവ് പാർട്ടി ഒതുങ്ങുമെന്നതാണല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഈ പൊതു തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴത്തേക്കുണ്ടാകും? എൽദോ, ബ്രിട്ടനിൽ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എക്സിറ്റ് പോളിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഇത്തവണ ഒരു ചരിത്ര വിജയം ലേബർ പാർട്ടിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ലേബർ പാർട്ടി അധികാരത്തിലെത്തും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. 410 സീറ്റ് ലേബർ പാർട്ടിക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 14 വർഷമായി കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ ഈ കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടും എന്നും എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കൺസർവേറ്റീവ് പാർട്ടി തിരിച്ചടി നേരിടുന്നു എന്ന വിവരം തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. 131 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി വിജയിച്ചിരിക്കുന്നത് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അതേസമയം വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേബർ പാർട്ടിക്ക് 2 സീറ്റുകളാണ്. ലേബർ പാർട്ടി 34 ഇടങ്ങളിൽ വിജയിച്ചു എന്നതാണ് ഫലങ്ങൾ പുറത്തുവരുന്നത്. എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി 2 സീറ്റുകളിൽ വിജയിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏതായാലും കൺസർവേറ്റീവ് പാർട്ടിക്ക് ലിബറൽ പാർട്ടിയും ഗ്രീൻ പാർട്ടിയും റിഫോം പാർട്ടിയും എല്ലാം തന്നെ കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ്. ഋഷി സുനക് ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഹൗസ് ഓഫ് കോമൺസിലേക്കുള്ള 650 അംഗങ്ങളിൽ നിന്നാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുക. ഈ 650 അംഗങ്ങളിൽ 326 ലഭിക്കുന്നവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകും. ലേബർ പാർട്ടിക്ക് ഇത്തവണ ആ ഒരു ഭൂരിപക്ഷം കിട്ടും എന്നാണ് ലേബർ പാർട്ടി അംഗങ്ങൾ വിശ്വസിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ 1945 ഒരു വിധി ഇത്തവണയും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ലേബർ പാർട്ടിയുടെ അംഗങ്ങൾ പറയുന്നുണ്ട്. അതായത് അന്ന് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത്. അതിനു പകരം മറുപക്ഷത്തിന് വലിയ ഒരു അട്ടിമറി വിജയം തന്നെ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇത്തവണയും 1945 ജൂലൈ 5 പോലെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത്തവണയും ഒരു അട്ടിമറി വിജയം ലേബർ പാർട്ടിക്ക് ഉണ്ടാകും എന്നാണ് ലേബർ പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രിട്ടനിൽ ഒരു അധികാര കൈമാറ്റം വരുന്നു. 14 വർഷത്തിന് ശേഷമാണ് ഈ ഒരു അധികാര കൈമാറ്റം വരുന്നത്. ലേബർ പാർട്ടി 410 സീറ്റുകൾ വിജയിക്കും. നമ്മൾ എടുത്തു പറയുന്ന ഒരു സാഹചര്യം, ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രിട്ടന്റെ ചരിത്രത്തിൽ എക്സിറ്റ് പോളുകൾ തെറ്റിയ ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട്
തന്നെ ബ്രിട്ടനിൽ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതിൽ ഇപ്പോൾ 410 സീറ്റ് ലേബർ പാർട്ടിക്ക് എന്ന് പറയുമ്പോൾ അതിൽ ചില വ്യത്യാസങ്ങൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പെർസെൻറ്റേജുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ പോലും ലേബർ പാർട്ടിക്ക് ഒരു കുത്തക വിജയം അല്ലെങ്കിൽ ഒരു ആധിപത്യമുള്ള വിജയം ലഭിക്കും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എൽദോ വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാണെങ്കിലും ബ്രിട്ടനിൽ ഒരു അധികാരമാറ്റത്തിന്റെ ദിവസങ്ങളിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മോടൊപ്പം UK നിന്ന് മാധ്യമ പ്രവർത്തകൻ മണമ്പൂർ സുരേഷ് കൂടി ഈ സമയം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സുരേഷ്, ഗുഡ് മോർണിംഗ് ഫ്രം കേരള. വളരെ സന്തോഷം താങ്കളോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞതിലും. ശ്രീ സുരേഷ്, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഈ എക്സിറ്റ് പോളുകൾ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പലപ്പോഴും വരുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ വോട്ടർമാരും ഇന്ത്യയിലെ സാധാരണക്കാരും കരുതുന്ന ഒരു എക്സിറ്റ് പോളുകളുണ്ട്. അത് പ്രവചനങ്ങൾ എന്നുള്ളതിനപ്പുറം ചിലപ്പോൾ കണക്കുകൾ പാടെ തെറ്റാറുണ്ട്, കീഴ്മേൽ മറിയാറുണ്ട്. പല തെരഞ്ഞെടുപ്പുകളും അതിന് സാക്ഷ്യമാണ്. ഒടുവിൽ കണ്ടതും അങ്ങനെ തന്നെ. അപ്പോൾ ഈ UK തെരഞ്ഞെടുപ്പിൽ കാണുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാമോ? കാരണം വേറൊന്നുമല്ല, ഈ ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ പോകുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. എക്സിറ്റ് പോള് ബ്രിട്ടനിലേത് വളരെ റിലയബിൾ ആണ്. ഒപ്പീനിയൻ പോള് അത്രത്തോളം അല്ലെങ്കിലും എക്സിറ്റ് പോൾ വളരെ റിലയബിൾ ആണ്. ഒരു 5-6 സീറ്റിന്റെ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുള്ളൂ മാക്സിമം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 410 സീറ്റ് ലേബർ പാർട്ടിക്ക് കിട്ടുമെന്ന് പറയുന്നത് ഒരു ചരിത്ര വിജയമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള സീറ്റുകളുടെ കണക്കാണെങ്കിൽ 41 സീറ്റ് ലേബർ നേടി. കൺസർവേറ്റീവ് പാർട്ടി വെറും 3 സീറ്റാണ് നേടിയത്. അവർക്ക് 19 സീറ്റ് നഷ്ടമായി. ലേബറിനാണെങ്കിൽ 16 സീറ്റ് അവർ ഇതിനകം കൺസർവേറ്റീവ് നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ആ രീതിക്കാണ് ഇത്. അതിന് നേരത്തെ ഉത്തരം പറഞ്ഞതുപോലെ ഇതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഈ 410 എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷൻ അതിനോട് അടുത്ത് തന്നെ എത്തും. നമുക്കത് വിശ്വസിക്കാവുന്നതാണ്. ഈ എക്സിറ്റ് പോൾ, ബ്രിട്ടനിലെ എക്സിറ്റ് പോൾ അങ്ങനെയുള്ള ചരിത്രമുള്ളതാണ്. ഓക്കെ, ഈ 14 വർഷം നീണ്ട ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാകത്തിന് എന്താണ് അവിടെ ഒരു ജനവിരുദ്ധ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? എന്താണ് പ്രധാന തിരിച്ചടിക്കുള്ള കാരണം എന്താണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവിടെ സാധാരണ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യമാണ് വിലക്കയറ്റം. വിലക്കയറ്റം എന്ന് പറയുന്ന അസാധാരണമായ വിലക്കയറ്റം ഒക്കെ കൊണ്ട് സമരം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും സമരമായിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്ന ദിവസം പോലും ഡോക്ടേഴ്സിന്റെ സമരം നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോ ആ രീതിക്ക് ഇവിടെ ഒരു അതായത് സുനക് ഗവൺമെന്റ് വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു ഗവൺമെന്റ് ആണ്. ശരിക്കും ഒരു പ്രതിസന്ധികളുടെ ഒരു നടുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ ഭരണം ഏറ്റെടുക്കുന്നത് തന്നെ. അപ്പോ അത് തന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. റിഫോം UK എന്ന് പറയുന്ന ഒരു ഈ വർണ്ണവിവേചനം ശരിക്കും അതിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ മറ്റേ ബ്രെക്സിറ്റ് സമയത്തൊക്കെ ഫോം ചെയ്ത അതിന്റെ പൊളിറ്റിക്സിന് തുടർച്ചയായിട്ട് വരുന്ന പാർട്ടിയാണ് റിഫോം UK. അത് 13 സീറ്റ് നേടും എന്നുള്ളതാണ് പ്രഡിക്ഷൻ ഈ എക്സിറ്റ് പോളിലുള്ള. അപ്പൊ അത് വളരെ അപകടം പിടിച്ച തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. അപ്പോ കൺസർവേറ്റീവിന് നഷ്ടപ്പെടുന്ന വോട്ടുകൾ നല്ലൊരു ശതമാനം അവിടേക്കാണ് പോകുന്നത്. അതൊരു ശരിക്കും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് റിഫോം UKയുടേത്. ഓക്കെ, ഈ കഴിഞ്ഞ ടേമിനെ വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യൻ വംശജനായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ളവർക്കും അതിൻ്റെ ഒരു കൗതുകമുണ്ട്. ഋഷി സുനകിൻ്റെ പ്രധാനമന്ത്രി പദമൊക്കെ വളരെ സ്വീകാര്യത നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ലഭിച്ചിരുന്നു. ആ ടേം എങ്ങനെ വിലയിരുത്തുന്നു അവിടുത്തെ പൊതുജനങ്ങൾ? സാധാരണക്കാർക്ക് ഋഷി സുനക് എന്ന പ്രധാനമന്ത്രി എത്രത്തോളം റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ അവർ മാർക്കിടുന്നുണ്ട്? ആ മാർക്കിടലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഈ പരാജയം? ഋഷി സുനക് ശരിക്കും ഭരണപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി ശരിക്കും പ്രതിസന്ധിയിലൂടെ നിന്ന സമയത്ത് ഋഷി സുനക്കിലേക്ക് എത്തുകയായിരുന്നു പ്രധാനമന്ത്രി പദം. അപ്പോ ആ രീതിക്ക് വളരെയധികം അദ്ദേഹം തീർച്ചയായിട്ടും മറ്റേ ധനകാര്യമന്ത്രിയായിരുന്നു അതിനു മുമ്പ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ശരിയായ ഒരു മാർക്കൊന്നും തെളിയിക്കാനുള്ള അവസരമില്ലായിരുന്നു. കാരണം അത്രയ്ക്കും പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം
കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നടക്കുന്ന ഈ ഹെൽത്ത് സർവീസിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഹെൽത്ത് സർവീസ്, നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഈ ഇവിടുത്തെ ചികിത്സ മൊത്തം ഫ്രീ ആയിട്ടാണ് ജനങ്ങൾക്ക് കിട്ടുന്നത്, എല്ലാ ചികിത്സയും. അപ്പോ അതിനുള്ള സാമ്പത്തിക പ്രശ്നം, അത് ആവശ്യത്തിന് ഫണ്ട് കൊടുക്കാതെ, അതൊരു മറ്റൊരു വലിയ പ്രശ്നമാണ്. ആശുപത്രിയിലെ വെയിറ്റിംഗ് ലിസ്റ്റ് വളരെയധികം നീളുന്നു. അത് വലിയൊരു പ്രശ്നമാണ് ആളുകൾ ഫേസ് ചെയ്യുന്നത്. അപ്പോ കാരണം ഇവിടെ ഈ ഇൻഷുറൻസ് എടുത്ത് പ്രൈവറ്റ് മേഖലയ്ക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഈ നാഷണൽ ഹെൽത്ത് സർവീസിൽ. അത് പൊതുമേഖലയെ തന്നെ ആണ് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് കെയർ കൊടുക്കുന്ന ആ സമയത്ത് പൂർണ്ണ സൗജന്യം എന്നുള്ള പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു 75 വർഷത്തോളം അത് തുടർന്നു വരുന്ന ചരിത്രമുള്ള സ്ഥാപനമാണ് ഈ നാഷണൽ ഹെൽത്ത് സർവീസ്. ഓക്കെ, ശ്രീ സുരേഷ്, ഏതാണ്ട് 4.5 കോടി വോട്ടർമാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലായിട്ട് അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഒരു വോട്ടർമാരുടെ ഒരു പ്രദേശം. ഈ ഋഷി സുനകിന്റെ തുടർഭരണ സാധ്യത ഇല്ലാതാക്കി കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ കെയർ സ്റ്റാർമറിന്റെ ഒരു ജനസ്വീകാര്യത എത്രത്തോളം ഉണ്ട്? അദ്ദേഹം എത്രത്തോളം പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് സ്റ്റാർമർ? കെയർ സ്റ്റാർമർ ഒരു യഥാർത്ഥത്തിൽ പൊളിറ്റിക്സിൽ അത്രയും അധികം പഴക്കമുള്ള ആളല്ല. പക്ഷേ ഒരു ലേബർ പാർട്ടിയിൽ ഒരു റാഡിക്കൽ പോളിസികളുമായിട്ട് വന്ന മുൻപുണ്ടായിരുന്ന നേതാവിൽ നിന്നും ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ആ ഒരു മോഡറേറ്റ് നേതാവ് എന്നുള്ള നിലയ്ക്ക്, പിന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇപ്പോഴും ഭരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ, സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു വളരെ പരിതാപകരമായ അവസ്ഥയും നിന്നും ശരിക്കും മുതലെടുത്ത് കൊണ്ടുവരുന്ന ഒരു അനുകൂലമായിട്ട് വന്ന ആ രീതി ഉപയോഗിച്ച് അദ്ദേഹം മുന്നോട്ട് കയറി വരികയായിരുന്നു. അത് അപാരമായ ഒരു മുന്നേറ്റമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. അപ്പോ അപാരമായ മുന്നേറ്റം എന്ന് വെച്ചാൽ 410 സീറ്റ് നേടുമെന്ന് പറയുമ്പോൾ 326 മതി മെജോറിറ്റി കിട്ടാൻ. ആ സമയത്താണ് ഈ 410 കിട്ടുമെന്ന് ഈ എക്സിറ്റ് പോൾ പറയുന്നത്. അപ്പോ അപാരമായ വിജയം തന്നെയാണ് ഈ കെ സ്റ്റാർമർ നേടാൻ പോകുന്നത്. ഓക്കെ, എന്നാലും വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി തന്നെ ഇതിനെ കാണണം. ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഈ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ ചോർന്നു എന്നുള്ളതാണ് ഈ കാണുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഭരണവിരുദ്ധ ആന്റി ഇൻകംബൻസി ഫാക്ടറിനൊപ്പം തന്നെ ഈ പറയുന്ന താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരന്തരം പ്രക്ഷോഭങ്ങൾ, വിലക്കയറ്റം, ഇതൊക്കെ ഉറച്ച വോട്ടുകളെ പോലും അതിൽ പോലും വിള്ളലുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലാണോ? അതെ, അതേപോലെ ഈ ഇപ്പോ ഇത് ഇവിടെ കുടിയേറ്റം മറ്റൊരു പ്രശ്നമാണ്. അപ്പൊ കുടിയേറ്റത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഈ പാർട്ടികൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് ആ നമ്പർ. ഇപ്പൊ കുടിയേറ്റം എന്ന് പറയുമ്പോൾ നഴ്സ് അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ അത്യാവശ്യമായിട്ട് ഇവിടെ ആളുകൾ വേണം. ഇപ്പൊ വിദേശത്തു നിന്നുള്ള നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നാഷണൽ ഹെൽത്ത് സർവീസ് അപ്പാടെ തകരും. ആ രീതിക്കാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോ അത് വേണം. അതേസമയത്ത് ഇവിടുത്തെ പാർട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സമയത്ത് ഈ കുടിയേറ്റക്കാരെ അവരുടെ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. അവരുടെ കാര്യം കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഇവരെ തള്ളി പറയുന്നു. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കുടിയേറ്റം എന്നുള്ള പ്രശ്നത്തിൽ തന്നെയാണ് ഈ വലതുപക്ഷ പാർട്ടി ഈ റിഫോം, നൈജൽ ഫറാജിന്റെ റിഫോം ഈ 13 സീറ്റ് നേടും എന്ന് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത്. അതാണ് ഏറ്റവും അപകടം പിടിച്ച ഒരു സംഗതി. ഇപ്പോ യൂറോപ്പിൽ മൊത്തം ആ ഒരു സ്വിങ് റൈറ്റ് വിങ് ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഫ്രാൻസിൽ ഇപ്പൊ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെയും ഇതേ പ്രശ്നം തന്നെ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോ അത് അല്പം കുറഞ്ഞ തോതിലാണ് ബ്രിട്ടനിൽ വരുന്നത്. 13 സീറ്റിലാണ് തൽക്കാലം. പക്ഷേ അതൊരു വല്ലാത്ത തുടക്കമാണ്. അത് തീർച്ചയായിട്ടും കെയർ സ്റ്റാർമറിന് മുന്നിൽ വരുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ റിഫോം പാർട്ടിയുടെ വളർച്ച.
എക്സാക്ട്ലി. എനിക്ക് അറിയുന്ന മറ്റൊരു കാര്യം, ഈ ഇന്ത്യൻ സമൂഹം അത് എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്നെത്തിയ ഒരുപാട് പേരുണ്ട് ബ്രിട്ടനിൽ. അപ്പോൾ ഇന്ത്യൻ സമൂഹം ഒരു നിർണായക സ്വാധീനമാകുന്നുണ്ട്. ഋഷി സുനക് ഇന്ത്യൻ വംശജനാണ് എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്നാലും സുനകിന് അനുകൂലമായിട്ടുണ്ടോ എന്നുള്ള സംശയകരമാണ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു പൊതുചിന്താഗതി അത് ഋഷി സുനക് എന്ന ഇന്ത്യൻ വംശജനൊപ്പം നിൽക്കാം എന്നുള്ളതായിരുന്നു, അല്ല മറ്റൊരു ഭരണമാറ്റം ഉണ്ടാകട്ടെ എന്നുള്ള ആലോചനയിലായിരുന്നു ഇന്ത്യൻ സമൂഹം? ഇന്ത്യൻ സമൂഹം ഒരു പരമ്പരാഗതമായിട്ട് ഉള്ള ഇന്ത്യൻ സമൂഹം ലേബർ പാർട്ടിയുടെ കൂടെയായിരുന്നു. പക്ഷേ ഇപ്പോഴ് ഈ പുതിയതായിട്ട് ആളുകൾ ഇപ്പോ ഋഷി സുനക്കിന്റെ പാർട്ടിയിലേക്ക് മാറി പോകുന്ന ഒരു വിഭാഗമുണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ. നല്ലൊരു വിഭാഗം ഇങ്ങനെ അങ്ങോട്ട് മാറുന്ന ഒരു ഘടകമുണ്ട്. ആ സമയത്ത് ജനറലായിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ സമൂഹം ഇത് ലേബർ പാർട്ടിയുമായിട്ടാണ് അവരുടെ ചങ്ങാത്തം കൂടുതൽ. തീർച്ചയായിട്ടും അവർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ചരിത്രമാണ് കൂടുതൽ പെർസെൻറ്റേജ് അങ്ങനെയാണ്. അപ്പോ ഇതില് പിന്നെ ഒരു ഇന്ത്യൻ വംശജനായ ഒരു പ്രധാനമന്ത്രി നഷ്ടമാകുന്നു എന്നുള്ളത് ഇപ്പോ യഥാർത്ഥത്തിൽ ഒരു 2-3 ആഴ്ച മുമ്പ് തന്നെ ഒരു ഒത്തുതീർപ്പ് അങ്ങനെ ഈ അഭിപ്രായ വോട്ടെടുപ്പുകൾ വന്നതോടുകൂടി ആളുകൾക്ക് മനസ്സിലായി ഋഷി സുനക്കിന്റെ പദവി നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളത്. അതിൽ പിന്നെ അത് ഓരോ ഇപ്പോ നേരെ എതിരായിരുന്നു. അതായത് ഒരു 20% പോയിന്റ് കൺസർവേറ്റീവ് പാർട്ടി ഭരണപക്ഷ പാർട്ടിക്ക് കിട്ടുമ്പോൾ ഈ കെ സ്റ്റാമറുടെ പാർട്ടിക്ക് 41-42 പോയിന്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോ അത് അന്നേ തന്നെ ഈ അഭിപ്രായ വോട്ടെടുപ്പ് സമയത്ത് തന്നെ ആ ഒരു വ്യത്യാസം ശരിക്കും കണ്ടിരുന്നതാണ്. റൈറ്റ്. താങ്ക് യു സോ മച്ച്. ശ്രീ മണമ്പൂർ സുരേഷാണ് മാധ്യമപ്രവർത്തകൻ, നമ്മോടൊപ്പം UK നിന്ന് തത്സമയം ചേർന്നത്. എന്താണെങ്കിലും ശ്രീ സുരേഷ്, ഒരു കാര്യം കൂടി, ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫലപ്രഖ്യാപനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോൾ വരും കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ കഴിയുന്നതോടുകൂടി തന്നെ ഇതിന്റെ ഇപ്പോ ഇവിടെ സമയം 2-3 മണി, ഒരു 4 മണിക്കൂർ 5 മണിക്കൂറോട് കൂടി ഇത് പൂർണ്ണ റിസൾട്ട് വരും. അപ്പോ ശരിയായിട്ടുള്ള സമയം പിന്നെ ആ ടൈം ലൈൻ നോക്കണം. അപ്പോഴ് പിന്നീട് ഇപ്പോഴും നമ്മൾ അവസാനത്തെ ഒരു പോയിന്റിലേക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതിക്കാണെങ്കിൽ ലേബർ പാർട്ടി 47 സീറ്റ് നേടി, അതിൽ 20 അവർ ഗെയിൻ ചെയ്തതാണ്. കൺസർവേറ്റീവ് പാർട്ടി 3-ലാണ് നിൽക്കുന്നത്. അപ്പോ ഏതായാലും 4-5 മണിക്കൂറിനകം എല്ലാം പൂർണ്ണമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, 47-3 എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് മണമ്പൂർ സുരേഷ് അവിടെ UK നിന്നും റിപ്പോർട്ട് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഞാൻ സുവി വിശ്വനാഥനിലേക്ക് വീണ്ടും പോകുന്നു. സുവി, ഇപ്പോൾ ശ്രീ സുരേഷ് സൂചിപ്പിച്ചതുപോലെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു അവിടെ. 14 വർഷം തുടർച്ചയായിട്ടുള്ള ഭരണം. വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഋഷി സുനക് ആ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. അതും ഋഷി സുനക്കിനും കാര്യമായിട്ടൊന്നും അവിടെ ചെയ്യാൻ കഴിയാതെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വിജയമുറപ്പിച്ച മട്ടിലാണ്. അപ്പോൾ സ്റ്റാമറിന്റെ ക്യാമ്പ് അവിടെ ഒരു സന്തോഷ പ്രകടനമൊക്കെ നടത്തി തുടങ്ങിയോ? എൽദോ പറഞ്ഞതുപോലെ തന്നെ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. സാമ്പത്തിക മാന്ദ്യം, കുടിയേറ്റ പ്രശ്നങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഋഷി സുനകിന് വലിയ ബാധ്യതയായി മാറുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതാണ്. ഏതായാലും പാർലമെന്റിന്റെ അധോസഭയായ 650 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ കഴിഞ്ഞ തവണ കൺസർവേറ്റീവ് പാർട്ടി 345 സീറ്റുകൾ നേടിയിരുന്നു. അതായത് കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് കുറച്ചധികം സീറ്റുകൾ. കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് 326 ഇത്തവണ ലേബർ പാർട്ടി ആ രീതിയിലേക്ക് കുതിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് ലേബർ പാർട്ടി, ഇത് എക്സിറ്റ് പോൾ ഫലമാണ്. ലേബർ പാർട്ടി 410 സീറ്റ്, കൺസർവേറ്റീവ് പാർട്ടി 131, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി 61 സീറ്റ്, റിഫോം UK പാർട്ടി 13 സീറ്റ്. നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഏറ്റവും വലിയ വലതുപക്ഷ നിലപാടുകൾ കൈക്കൊള്ളുന്ന പാർട്ടിയാണ് ഈ റിഫോം UK പാർട്ടി. ഈ റിഫോം UK പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ടുകൾ കൊണ്ടുപോകുന്നത് എന്നാണ് വിലയിരുത്തലുകൾ പറയുന്നത്. അതുപോലെ തന്നെ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിക്ക് 10 സീറ്റുകളുമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ഇപ്പോഴും വോട്ടെണ്ണൽ തുടരുകയാണ്. ഈ വോട്ടെണ്ണൽ തുടരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ 40 സീറ്റുകളായിരുന്നു ലേബർ പാർട്ടിക്ക് എങ്കിൽ ഇപ്പോൾ ലേബർ പാർട്ടി 50 സീറ്റുകളിലേക്ക്
എത്തിയിട്ടുണ്ട്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി 3 സീറ്റ്, കൺസർവേറ്റീവ് പാർട്ടി 2 സീറ്റ്, റിഫോം UK 1 സീറ്റ് എന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറിയിരിക്കുന്നു. ഏതായാലും 2-3 മണിക്കൂറുകളോടുകൂടി തന്നെ ഈ ബ്രിട്ടനിൽ ലേബർ പാർട്ടി എത്ര സീറ്റുകൾ നേടി വിജയിക്കും എന്നൊരു ഫലം നമുക്ക് അറിയാൻ സാധിക്കും. 14 വർഷങ്ങൾക്ക് ശേഷം ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ബ്രിട്ടനിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എൽദു, 410 സീറ്റ് നേടി അധികാരത്തിലെത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേവല ഭൂരിപക്ഷത്തിനും എത്രയോ മുകളിലാണ്. 326 ഭൂരിപക്ഷം നേടാൻ സഭയിൽ വേണ്ടത്. അതിനും ഉപരിയായിട്ടൊരു വലിയ നേട്ടത്തിലേക്ക് പോകുന്നു അവിടെ കെയർ സ്റ്റാർമറും സംഘവും. അപ്പോൾ ഇപ്പോൾ സുരേഷ് സൂചിപ്പിച്ചു അത് പുരോഗമിക്കുകയാണ്. ഇനിയും ഏതാനും മണിക്കൂറുകൾ കൂടി അതിൻ്റെ സമയമെടുക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എത്തുന്നതിന്, അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണത്തിന്. പക്ഷേ അവിടെ എക്സിറ്റ് പോളുകൾ തെറ്റാറില്ല. എപ്പോഴും ഈ ഒപ്പീനിയൻ പോളുകൾക്ക് മുമ്പ് എക്സിറ്റ് പോളുകളുടെ ഒരു ആധികാരികതയും അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ ഈ ബ്രിട്ടനിലെ സാധാരണക്കാരുടെ ഒരു പൊതു വിലയിരുത്തലായി തന്നെ കരുതണം ഈ ഭരണമാറ്റത്തെ, അല്ലെങ്കിൽ ഋഷി സുനകിന്റെ കയ്യിൽ നിന്നുള്ള ഭരണം പോകുന്ന സാഹചര്യത്തെ. എന്താണ് അവിടുത്തെ സാധാരണക്കാരുടെ പ്രതികരണങ്ങൾ? സ്വാഭാവികമായും കഴിഞ്ഞ 14 വർഷമായി കൺസർവേറ്റീവ് പാർട്ടിയാണ് തുടർച്ചയായി ബ്രിട്ടനിൽ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണം കാഴ്ചവെക്കുമ്പോൾ തന്നെ പലവിധ പ്രശ്നങ്ങൾ ഈ കൺസർവേറ്റീവ് പാർട്ടിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ടേമിൽ തന്നെ ഇപ്പോൾ ഋഷി സുനക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ 3 തവണ അധികാര കൈമാറ്റങ്ങൾ നടന്നു. ആളുകൾ നേതാക്കളെ ഉൾക്കൊള്ളുകയല്ല, റിജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഋഷി സുനകിന്റെ ഭരണകാലത്ത്, ഇപ്പോൾ മണമ്പൂർ രാജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഋഷി സുനകിന്റെ ഒരു ഭരണകാലത്ത് ഈ ഇന്ത്യൻ വംശജരിൽ വലിയൊരു വിഭാഗം ഋഷി സുനകിന് അനുകൂലമായി വന്നു. കാരണം ഇന്ത്യൻ വംശജനാണ് എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷേ സ്വാഭാവികമായും ലേബർ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് അവിടുത്തെ ഇന്ത്യൻ വംശജർ സ്വീകരിക്കാറുള്ളത്. പക്ഷേ ഇത്തവണയും അതിൽ നിന്നെല്ലാം തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും വലിയ കുടിയേറ്റ പ്രശ്നങ്ങൾ, ഈ കുടിയേറ്റ ജനതയെ വലിയ തോതിൽ അട്രാക്റ്റ് ചെയ്യുന്നതല്ല ബ്രിട്ടനിലെ ഒരു നിലപാടുകൾ, ബ്രിട്ടനിലെ സാധാരണക്കാരുടെ ഒരു നിലപാടുകൾ. അതുകൊണ്ട് കുടിയേറ്റ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക മാന്ദ്യം, വിലക്കയറ്റം, വലിയ തോതിലുള്ള വിലക്കയറ്റമാണ് ബ്രിട്ടനിൽ കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിക്കുന്നത്. സാധാരണക്കാർ ഇതിൻ്റെ പിടിയിൽ അമരുന്ന ഒരു കാഴ്ചയാണുള്ളത്. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇതിനെ ഈ ലേബർ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം ഈ നികുതി വർദ്ധിപ്പിക്കും എന്നൊരു പ്രചാരണമാണ് ഋഷി സുനക് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം തന്നെ പാളുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഈ ഒരു ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഈ അനുനിമിഷം ഈ ഫലങ്ങൾ മാറി മറിഞ്ഞുകൊണ്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ തന്നെ ലേബർ പാർട്ടി 50 സീറ്റുകൾ നേടുമ്പോൾ ലിബറൽ ഡെമോക്രാറ്റുകൾ 3 സീറ്റുകൾ നേടി. പക്ഷെ അപ്പോഴും കൺസർവേറ്റീവ് പാർട്ടി 2 സീറ്റുകൾ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അമ്പയെ പരാജയപ്പെട്ടു പോകുന്നു കൺസർവേറ്റീവ് പാർട്ടി എന്നതിൻ്റെ സൂചനകളാണ്. 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ ഫലം വരികയും ചെയ്യും. ഏതായാലും ബ്രിട്ടൻ പാർലമെന്റിന്റെ അധോസഭയായ ഹൗസ് ഓഫ് കോമൺസിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൻ്റെ ഫലങ്ങൾ അടുത്ത സമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. സ്വാഭാവികമായും കെയർ സ്റ്റാർമർ ആയിരിക്കും ബ്രിട്ടനിലെ അടുത്ത പ്രധാനമന്ത്രി എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഒരു അഭിഭാഷകനായിരുന്നു അദ്ദേഹം. 2015 മുതൽ അദ്ദേഹം ഈ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാണ്, മന്ത്രിയായി തുടരുന്ന ഒരാളാണ് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഏതായാലും ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബ്രിട്ടന്റെ ഭരണം ആര് നേടും എന്ന കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ചും സാമ്രാജ്യത്വ ശക്തികളാണ്. ഈ സാമ്രാജ്യത്വ ശക്തികൾ ആർക്കൊപ്പം, അതായത് ഇന്ത്യയെ സംബന്ധിച്ചും ഇവരുടെ ഒരു നിലപാടുകൾ നിർണായകമാണ്. ഋഷി സുനക് ആയിരുന്നപ്പോൾ ഒരു സൗഹൃദ ബന്ധം ഇന്ത്യക്ക് ബ്രിട്ടനുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പകരം ഇനി ആര്, ഈ കെയ്മർ സ്റ്റാർമർ ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ എത്തരത്തിലായിരിക്കും എന്നതൊക്കെ വലിയ നിർണായകമാണ്. ഏതായാലും ബ്രിട്ടൻ ഒരു നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനിൽ വോട്ടെടുപ്പ് തുടരുകയാണ്. എൽദു, റൈറ്റ്. ബ്രിട്ടൻ അധികാരമാറ്റത്തിലേക്ക് എന്നുള്ള സൂചനകളാണ് വരുന്നത്. ചരിത്ര ജയവുമായി 14 വർഷത്തിന് ശേഷമാണ് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ അവിടെ തള്ളിക്കളയേണ്ട സാഹചര്യമില്ല. അത്രമാത്രം എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് ആധികാരികമാകാറുണ്ട് ബ്രിട്ടനിലെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ. എന്നാലും ഈ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് പങ്കുവച്ചത് സുവി വിശ്വനാഥൻ.
മോർണിംഗ് വൈബ്സ് കൂടുതൽ വാർത്തകളിലേക്ക് എത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KPCC അധ്യക്ഷന്റെ വീട്ടിലെ കൂടോത്ര വിവാദം, അവിടെ കൂടോത്രം കണ്ടെത്തി എന്നുള്ളതൊക്കെ അത് വലിയ ചർച്ചയായിരുന്നു. ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയാണ്. ആ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയിലെ തുടർ വാർത്തകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഡാൻ കുര്യൻ ചേരും ഇടവേളയ്ക്ക് ശേഷം. നർമ്മദയിലെ കെ സുധാകരന്റെ ഫ്ളാറ്റിലെ കസേരയിൽ നിന്നും സമാനമായ തരത്തിൽ തന്നെ, സെറ്റിയിൽ നിന്ന് സമാനമായ തരത്തിൽ തന്നെ ഈ തകിടുകൾ കണ്ടെത്തുന്നു. ഇതെല്ലാം കണ്ടെത്തിയതിന് ശേഷം അത് നിർവീര്യമാക്കുന്ന തരത്തിലേക്ക് ആചാര്യൻ പിന്നീട് നീങ്ങുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ ഈ കർമ്മ രംഗത്തേക്ക് സജീവമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇനി പ്രധാനമായിട്ടുള്ള ചോദ്യം, ആരാണ് ഇതവിടെ നിക്ഷേപിച്ചത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഈ ആചാര്യൻ തന്നെ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പേരുകൾ തെളിവുകളില്ലാത്തതിനാൽ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് പരിമിതിയുണ്ട്. എഴുത്തുകളൊക്കെ അറിയാൻ പറ്റും. ഇത് സീരിയസ് ആണ്. തലയ്ക്ക് തലവേദന, തലയ്ക്ക് ഭാരം വരിക, തലയ്ക്ക് ഇന്ന് രാവിലെ വരെ ഇത് സത്യം. ആസ്പത്രി ഡോക്ടറെ കണ്ടപ്പോ മോർണിംഗ് ബൈബ്സ് തുടരുകയാണ്. മാന്നാർ കൊലപാതക കേസിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ അന്വേഷണ സംഘം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന നടത്താൻ പോവുകയാണ്. അനിൽകുമാറിന്റെ വീടിന്റെ പരിസരത്ത് ഭൂമിക്ക് അടിയിൽ മറ്റേതെങ്കിലും നിർമ്മാണങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. നാട്ടുകാരുടെ മൊഴിയെടുക്കാനും ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേലിലുള്ള 1-ാം പ്രതിയെ നാട്ടിലെത്തിക്കാനായി ദേശീയ ഏജൻസികളുടെ സഹായവും തേടും. ഇതിന് അധികം സമയം എടുക്കുമെന്നുള്ളതുകൊണ്ട് അനിലിനെ സ്വന്തം നിലയിൽ നാട്ടിലെത്തിക്കാനും നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്താണെങ്കിലും കോടതി കസ്റ്റഡിയിൽ വിട്ടു നൽകിയ അനിൽകുമാറിന്റെ ബന്ധുക്കളായിട്ടുള്ള ജിനു, സോമരാജൻ, പ്രമോദ് എന്നിവരെ ചോദ്യം ചെയ്ത് തുടരുകയാണ്. ശരണ്യ സ്നേഹജനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശരണ്യ, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും മാന്നാർ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മളെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുരുളഴിയാത്ത കൊലപാതക കേസായി നിൽക്കുന്നു. അപ്പോഴും ഈ കല എന്ന തിരോധാന കേസ് അത് എന്തായി എന്നറിയാനുള്ള ആകാംക്ഷ എങ്ങനെ നിൽക്കുന്നു. ഒരു സിനിമയുടെയൊക്കെ സസ്പെൻസ് പോലെ അനുദിനം പുതിയ പുതിയ ചരടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിന്റെ ദിശ അത് അവർ എങ്ങനെയാണ് കരുതുന്നത്? ഇതൊരു ചുരുളഴിക്കുക പ്രയാസകരമായിട്ടുള്ള ഒരു ദൗത്യമായി കാണുന്നുണ്ടോ? ഇത് 15 വർഷം പഴക്കമുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഇതിനകത്ത് തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യം തന്നെയാണ്. ശാസ്ത്രീയ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഏറ്റവും അധികം കേസിൽ ഗുണം ചെയ്യുക. പ്രധാനമായും ഇപ്പോൾ പോലീസിന്റെ കൈവശം, അതായത് കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്യപ്പെടുകയും അന്ന് തന്നെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്ത 3 പ്രതികൾ, പ്രമോദ്, ജിനു, ഒപ്പം തന്നെ സോമരാജൻ, ഇവര് മുഖ്യപ്രതി അനിൽകുമാർ ഇപ്പോഴും ഇസ്രായേൽ തന്നെ തുടരുകയാണ്. ഇവരെ 3 പേരെയും, അതായത് പ്രമോദിനെയും ജിനുവിനെയും ഒപ്പം തന്നെ സോമരാജിനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അതിന്റെ ഒരു രീതി മാറ്റിയിട്ടുണ്ട്. 3 സ്റ്റേഷനുകൾ, അതായത് ചെങ്ങന്നൂർ ഡിവിഷന് കീഴിലുള്ള 3 സ്റ്റേഷനുകളിലായി 3 സംഘങ്ങൾ പ്രത്യേകം ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. അതാണ് ഇന്നത്തെ ഒരു ചോദ്യം ചെയ്യലിന്റെ പ്രത്യേകത. ഇന്ന് ചോദ്യം ചെയ്യൽ ഇന്നും തുടരുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പരമാവധി വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ, അതായത് 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൊഴികളിൽ ഉണ്ടാകുന്ന ചില വൈരുദ്ധ്യങ്ങൾ അത് പരിഹരിക്കുക എന്നുള്ളതും കൂടി കണക്കിലെടുത്തും വളരെ ഗൗരവത്തോടെ പോലീസ് ഈ ഇവരിൽ നിന്ന് കാര്യങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയുമാണ് ഈ പ്രതികളെ 3 സ്റ്റേഷനുകളിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അത് ചെങ്ങന്നൂർ ഡിവിഷന് കീഴിലുള്ള മാന്നാർ പോലീസ് സ്റ്റേഷനാണ്. മറ്റ് 2 പോലീസ് സ്റ്റേഷനുകൾ ഏത് എന്നുള്ളത് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നില്ല. എന്തായാലും അതീവ രഹസ്യമായി കാര്യങ്ങൾ തുടരുകയാണ്. ഇന്നലെയും ഈ 3 പ്രതികളുടെയും വീട്ടിൽ തിരച്ചിൽ നടന്നിരുന്നു. അതായത് ഈ 3 പ്രതികളുടെയും വീട്ടിൽ നിന്ന് കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധനങ്ങൾ കണ്ടെത്താൻ കഴിയുമോ, അതായത് ഈ കലയുടെ ബാഗോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള, കേസിന് സഹായകരമായ രീതിയിൽ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള രീതിയിൽ തെളിവ് ശേഖരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ വെച്ച് ഇന്നലെയും പ്രമോദിന്റെയും ജിനുവിന്റെയും
സോമരാജന്റെയും വീട്ടിൽ അത്തരത്തിലൊരു പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നും അത്തരം പരിശോധനകൾ ഉണ്ടാവും. തെളിവെടുപ്പൊന്നും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇനിയും കുറെ കാര്യങ്ങളിലേക്ക് പോലീസിന് എത്താനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ രണ്ടാം പ്രതിയായ ജിനു മാത്രമാണ് ആദ്യഘട്ടത്തിൽ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളി എന്നുള്ള ഒരു കൺഫെഷൻ പോലീസിന് നൽകിയിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് മാറി 3 പ്രതികളും ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിന്റെ ഇന്നലത്തെ പ്രത്യേകത എന്ന് തന്നെ നമുക്ക് പറയാം. ഈ സോമരാജൻ പറയുന്നത് പ്രമോദും ജിനുവും ചേർന്ന് മൃതദേഹം അനിൽകുമാറിനെ സഹായിച്ചിരുന്നു മൃതദേഹം സെപ്റ്റിക് ടാങ്കിലേക്ക് തള്ളാൻ എന്നുള്ള കാര്യമാണ് സോമരാജൻ പറയുന്നത്. എന്നാൽ ജിനുവും പ്രമോദും ഇതിനകത്ത് സോമരാജന് കൂടി പങ്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ സോമരാജൻ തനിക്ക് താൻ മറവ് ചെയ്യുന്നതിന് തനിക്ക് പങ്കില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷെ എന്നാൽ അത് അങ്ങനെയല്ല, സോമരാജന് കൂടി പങ്കുണ്ട് എന്നുള്ള കാര്യം മറ്റ് 2 പ്രതികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് 3 പേരും സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം തള്ളി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിൽ നിന്നും ഇവിടേക്ക് അനിൽകുമാറിനെ, അതായത് കലയുടെ ഭർത്താവും കലയെ കൊലപ്പെടുത്തിയ ആളുമായ അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ CBIക്ക് അത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ, കേസ് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇന്റർപോളിന്റെ നോഡൽ ഏജൻസി CBI ആണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് CBIക്ക് വിവരങ്ങൾ കൈമാറുകയും CBI അത് ഇന്റർപോൾ മുഖാന്തരം ഇസ്രായേലിലേക്ക് എത്തിക്കാനും ഇസ്രായേലിൽ നിന്നും എംബസി മുഖാന്തരം അനിൽകുമാറിനെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരം പേപ്പർ വർക്കുകൾ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അനിൽകുമാറിന്റെ കുടുംബാംഗങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം, അനിലിനെ എത്രയും വേഗം ഇവിടേക്ക് സ്വന്തം നിലയ്ക്ക് എത്തിക്കാനുള്ള ശ്രമവും ഒക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അനിൽ ഇവിടെ എത്തിയാൽ മാത്രമേ കാരണം ഈ കൊലപാതകം വലിയ പെരുമ്പഴ പാലത്തിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുമ്പോഴും അതിനകത്തുനിന്ന് ആർക്കൊക്കെ അത് ഏത് സമയത്താണ് നടന്നത്, അല്ലെങ്കിൽ അത് കൊന്നത് എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് ഇവർ പറഞ്ഞുള്ള അറിവ് മാത്രമല്ല, അത് സ്ഥിരീകരിക്കേണ്ട ആള് അനിലാണ്. അപ്പൊ അനിൽ ഇവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ആ സമയത്ത് തന്നെ പരമാവധി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് കണ്ടെത്തിയ വസ്തുക്കളും ഒരു ക്ലിപ്പും ലോക്കറ്റുമുണ്ട്. പിന്നെ ഒരു സ്പീഡിൽ സംശയിക്കുന്ന ഒരു അടിവസ്ത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങളും ലഭ്യമായിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് ലാബിൽ അയച്ചിട്ടുള്ള ഈ സാധനങ്ങൾ വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ കത്തുൾപ്പെടെ നൽകുന്നുണ്ട്. അതായത് പ്രത്യേക പരിഗണന നൽകി ഇത് വേഗത്തിൽ ഇതിന്റെ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കത്തും പോയിട്ടുണ്ട്. അത്തരത്തിൽ ഈ കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 21 അംഗ അന്വേഷണ സംഘമായി കേസ് വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘം 21 വിപുലീകരിച്ചിട്ടുണ്ട്. ആ ഒരു അത്തരത്തിൽ ആ വിവിധ സംഘങ്ങളായി ചെറു സംഘങ്ങളായി തിരിഞ്ഞ് ആണ് ഇപ്പോൾ 3 സ്റ്റേഷനുകളിലായി ചോദ്യം ചെയ്യൽ തുടരുന്നത്. എൽദോ റൈറ്റ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മാന്നാറിലെ കൊലപാതക കേസിലെ പ്രതികളെ അവരുടെ ചോദ്യം ചെയ്യൽ 3 പോലീസ് സ്റ്റേഷനുകളായിട്ടാണ് നടക്കുക. ക്ഷമിക്കണം, ചെങ്ങന്നൂർ ഡിവിഷന്റെ കീഴിലുള്ള 3 സ്റ്റേഷനുകളായിട്ടാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. മൃതദേഹം സെപ്റ്റിക് ടാങ്കുകളിൽ തള്ളിയതായി 3 പ്രതികളും പറയുന്നു. ആദ്യഘട്ടത്തിൽ ജിനു മാത്രമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നത്. വിവരങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ഇന്ന് കേരളത്തിൽ മറക്കാനാകാത്ത ഒരു അനിഷേധ്യ രാഷ്ട്രീയ നേതാവിൻ്റെ പിറന്നാൾ ദിനമാണ്. ലീഡർ എന്നാൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, കെ കരുണാകരൻ. കെ കരുണാകരൻ്റെ 105ാം ജന്മദിനമാണ്. 1918 ജൂലൈ 5 കെ കരുണാകരൻ്റെ ജന്മദിനം ജനിച്ചത്. അപ്പോൾ ഇന്ന് DCCകൾ പലയിടത്തായി ആഘോഷമൊക്കെ നടത്തുന്നുണ്ട്, അനുസ്മരണം നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആ നേതാവിനെ, അതുല്യ രാഷ്ട്രീയ നേതാവിനെ ഒന്ന് ഓർക്കുകയാണ് മോർണിംഗ് വൈബ്സ്. ഞാൻ അതോടൊപ്പം മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരായിട്ടുള്ള കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ചർച്ചകൾ സജീവമാവുകയാണ്. പാർട്ടി ഔദ്യോഗികമായി പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളെക്കുറിച്ച് ഇതുവരെയും പാർട്ടി പ്രതികരിച്ചിട്ടില്ല എങ്കിലും വൈകാതെ വിശദീകരണവുമായി എത്തുമെന്നാണ് സൂചന. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഇടതു കേന്ദ്രങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ കൂടോത്ര വിവാദം ആയുധമാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വളരെ കരുതലോടുകൂടിയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ,
ഇന്നലെ ഡാനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ആ ദൃശ്യങ്ങൾ ന്യൂസ് 18 ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ വാർത്ത ഉണ്ടാക്കിയ ചലനങ്ങൾ എന്താകുമെന്നുള്ള കാത്തിരിപ്പാണ്. എന്താണെങ്കിലും ഇന്നലെ KC വേണുഗോപാലിനോട്, കെ സുധാകരനോട് തന്നെ VD സതീശനോടൊക്കെ ചോദിച്ചു. എല്ലാവരും അറിയില്ല, സുധാകരനൊന്നും മിണ്ടിയില്ല, മറ്റ് രണ്ടുപേരും അറിയില്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. വളരെ കരുതലോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ഇതിന് മറുപടി നൽകാൻ ആഗ്രഹിക്കുമെന്ന് തോന്നുന്നു. ഈ ഭരണപക്ഷം അല്ലെങ്കിൽ LDF ഇതിനെ ഒരു ആയുധമാക്കി എടുക്കാനുള്ള സാഹചര്യമുണ്ടോ, സാധ്യതയുണ്ടോ ഡാൻ? എൽദോ, പ്രധാനമായി കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ശബ്ദം ഉണ്ടായിരുന്ന കെ സുധാകരന്റെയും KPCC അധ്യക്ഷന്റെയും അതോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ഈ ശബ്ദം അതിൽ കൃത്യമായി വ്യക്തമായിരുന്നതുകൊണ്ട് അവർക്കത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് അവരെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് ഔദ്യോഗികമായി മാധ്യമങ്ങളെ കാണും. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയേക്കുമെന്നുള്ള സൂചനകളൊക്കെ ഇന്നലെ മുതൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായി ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിനുള്ളിൽ അത് വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. കാരണം KPCC അധ്യക്ഷനെതിരെ KPCC ആസ്ഥാനത്തും അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലുമൊക്കെ അത്തരമൊരു ഈ കൂടോത്രം ചെയ്യണമെങ്കിൽ അത് കൃത്യമായി സ്വാധീനമുള്ള, അവിടേക്ക് വരാൻ കൃത്യമായി സ്വാധീനമുള്ള ഒരാളാണത് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം നേതാക്കൾക്കിടയിലൊക്കെ സജീവമായ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇനി പുറത്തു വരാനുള്ളത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ്, ആരാണ് ഇത് ചെയ്തത്? അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കോൺഗ്രസിനുള്ളിൽ ചൂടുപിടിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ലഭ്യമാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണ് എങ്കിൽ അത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഈ വാർത്ത അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഏത് തരത്തിലുള്ള ചലനങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നതിന്റെ കൃത്യമായ തെളിവായി തന്നെ അത് മാറുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് നേതാക്കൾ കൃത്യമായ വിശദീകരണം, അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്നലെ പറഞ്ഞത് കണ്ടില്ല, പരിശോധിക്കാമെന്ന്. പക്ഷേ ഇനി അങ്ങനെ പറഞ്ഞ് ഒഴിയാനാവില്ല. കാരണം ഇന്നലെ മുഴുവൻ സജീവമായി നിന്ന ഒരു വാർത്തയാണ്. അത് കണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പ്രതിപക്ഷ നേതാവിനോ KPCC അധ്യക്ഷനോ മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കോ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കരുതലോടെയാണ് ഇന്നലെ പ്രതികരണങ്ങൾ ഉണ്ടായതെങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന കൃത്യമായ വിശദീകരണം നൽകാൻ അവർ ബാധ്യസ്ഥരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുറപ്പാണ്. നേരത്തെ എൽദോ തന്നെ സൂചിപ്പിച്ച പോലെ കെ കരുണാകരന്റെ ഇതുമായി വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, തലസ്ഥാനത്ത് അടക്കം ജന്മവാർഷിക പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ KPCC അധ്യക്ഷനടക്കം ഇന്ന് വൈകിട്ട് പങ്കെടുക്കുന്നുണ്ട്. രാവിലെ ഇന്ദിരാഭവനിൽ പുഷ്പാർച്ചന നടക്കുന്നുണ്ട്. സ്വാഭാവികമായി അവിടെയൊക്കെ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ഉന്നയിച്ചേക്കാം. അതിനോട് അദ്ദേഹം ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നതാണ് ഇനി ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണാനുള്ളത്. ഡാൻ, ഇതിൽ ഈ ഏറ്റവും കൂടുതൽ ഈ കൂടോത്ര വിവാദം അത് പിടിച്ചുലയ്ക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിൽ കൂടോത്രം, അതിൽ വിശ്വാസം പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും മുൻപും പുറത്തു വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ സ്വന്തം പാളയത്തിൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകില്ലേ KPCC അധ്യക്ഷന്? ഇനി അങ്ങനെ ഒരു പ്രതികരണത്തിലേക്കൊക്കെ പോയാൽ, അല്ലെങ്കിൽ പൂർണ്ണമായും അത് രാഷ്ട്രീയ പ്രതിയോഗികളുടെ ചെയ്തി ആയിരിക്കാം എന്നുള്ള മറുപടിയൊക്കെ നൽകേണ്ടി വരും. അല്ല, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അദ്ദേഹം KPCC അധ്യക്ഷനായി ഇരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ കൂടോത്രം ചെയ്തു എന്ന വിവരം ഔദ്യോഗികമായി അദ്ദേഹം തന്നെ പറഞ്ഞ് ആരാണ് ചെയ്തത്, അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിനുള്ള സാധ്യത വിരളമാണ്. കാരണം അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാവുന്ന പൊട്ടിത്തെറിയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളയാളാണ് KPCC അധ്യക്ഷൻ. സ്വാഭാവികമായി അദ്ദേഹം തന്നെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുന്നതിനിടയിൽ ഇങ്ങനെയൊരു അനാവശ്യ വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്താൻ തന്നെയാണ് സാധ്യത. പക്ഷേ എങ്ങനെയായാലും അതിനു പിന്നിൽ ആരാണ് എന്ന ചർച്ചകൾ കെ സുധാകരൻ അനുഭാവികൾക്കിടയിൽ, അദ്ദേഹത്തിന്റെ അതോടൊപ്പമുള്ള നേതാക്കൾക്കിടയിലൊക്കെ സജീവമായ ചർച്ചയായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൃത്യമായി KPCC അധ്യക്ഷൻ തന്നെ ഒരു വിശദീകരണവുമായി രംഗത്തെത്താനാണ് സാധ്യത. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഉണ്ണിത്താനോട് ചോദിക്കുക, എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഇത് ഏറെ നാൾ മുമ്പുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് മാത്രം ഒഴിയുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ KPCC അധ്യക്ഷൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറാൻ KPCC അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവിനോ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കോ ഒന്നും കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമായി ഇത് മാറും. അവിടെയാണ് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഇത് ഒരു വലിയ ആയുധമായി ഭരണപക്ഷം, ഇടതുപക്ഷം അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPയും
LDFും ഒരുപോലെ UDFിന്റെ ഈ വിഷയത്തിൽ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം, കോൺഗ്രസ് നേതൃത്വത്തെ കടന്നാക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വവും നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തോ ശരി ഡാൻ, എന്നാൽ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ. എന്നാലും പ്രതികരണങ്ങൾക്കായി ഉറ്റുനോക്കുന്നുണ്ട് രാഷ്ട്രീയ കേരളം. അത് ഏറെ വിവാദത്തിലേക്ക് കാര്യങ്ങളെത്തിക്കും. കോൺഗ്രസിൽ വലിയ ചൂടേറിയ ചർച്ചകൾ, വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെയാണ് ഡാൻ കുര്യൻ ഈ ദൃശ്യങ്ങളും അതിലെ ശബ്ദവും ഉൾപ്പെടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ന്യൂസ് 18 വഴിയാണ് ആ വാർത്ത പുറംലോകത്തേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിലെ കൂടോത്രം അത് പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ കൊട്ടേഷനാണെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ ആരോപണം. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് അങ്ങനെ പ്രതികരിച്ചത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണിത്. കൊട്ടേഷൻ കൂടോത്രമാണ് നടന്നതെന്നും VK സനോജ് ന്യൂസ് 18നോട് പറഞ്ഞു. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രം ചെയ്തുവെന്ന ആരോപണം അദ്ദേഹം തന്നെ ഉന്നയിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ചേരുന്നു. എങ്ങനെയാണ് ഈ ഒരു കൂടോത്രവും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെയൊക്കെ ഈ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ കാണുന്നത്? ഇവിടെ ഇപ്പോൾ KPCCയുടെ അധ്യക്ഷൻ, അദ്ദേഹം KPCCയുടെ അധ്യക്ഷൻ മാത്രമല്ല, അദ്ദേഹം കണ്ണൂർ പാർലമെന്റ് അംഗം കൂടിയാണ്. പാർലമെന്റ് അംഗം ഭരണഘടന തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയോടും ജനങ്ങളോടും കൂറ് പുലർത്തണം. അപ്പോൾ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ, രാഷ്ട്രീയമായ കൂടിയാലോചനകൾ, ഇവയിൽ കൂടിയാണ് ജനസേവനം ശക്തിപ്പെടുത്തേണ്ടത്. പക്ഷെ ഇതിന് പകരം ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഇങ്ങനെയുള്ള മന്ത്രവാദികളെയും ഇങ്ങനെയുള്ള ആളുകളെല്ലാം ആശ്രയിച്ച് അതിൽ അഭയം കണ്ടെത്തുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആ ശബ്ദ സന്ദേശത്തിൽ മറ്റൊരു പാർലമെന്റ് അംഗം കൂടി ഉണ്ട് എന്നത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതാണ്. അപ്പൊ ആരാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ, ഈ ഗ്രൂപ്പ് പോരിനിടയിൽ ആളുകളെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ സുധാകരൻ തന്നെ എന്റെ ജീവൻ കിട്ടിയത് ഭാഗ്യം എന്നാ പറഞ്ഞത്, അല്ലാതെ ഇമാതിരി ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല, ഇതുകൊണ്ടൊന്നും എന്നെ തകർക്കാൻ കഴിയില്ല എന്ന ഒരു യുക്തിഭദ്രമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം കാര്യങ്ങൾ തളർന്നുപോയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പാർലമെന്റ് അംഗം എന്നെ ഇതൊക്കെ ബാധിച്ചു എന്ന് ജനങ്ങളോട് പറയുകയാണ്. എത്രമാത്രം വലിയ നാണക്കേടാണ് നമുക്ക് നമ്മുടെ നാടിന് ഉണ്ടാവുന്നത്. ഇങ്ങനെയാണോ ജനപ്രതിനിധികൾ പെരുമാറേണ്ടത്? അപ്പോ ഇതിപ്പോ കോൺഗ്രസിലെ തന്നെ ആളുകൾ പറയുന്നത്, ഇപ്പൊ VD സതീശന്റെ കൊട്ടേഷൻ എന്നാ പറയുന്നത്. VD സതീശൻ ഇയാളും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്ന കാര്യത്തിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസിനകത്ത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആയിട്ട് സുധാകരൻ വരുമോ എന്ന ഭയത്താൽ ഈ VD സതീശന്റെ കൊട്ടേഷനുമായിട്ടാണ് ചില മന്ത്രവാദികൾ കണ്ണൂരിൽ ക്യാമ്പ് അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുതിയ കൊട്ടേഷനാണ്, കൂടോത്ര കൊട്ടേഷൻ, ആദ്യമായിട്ട് കൊട്ടേഷനാണ് ഇത്. VD സതീശന്റെ കൊട്ടേഷനാണ്. VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കണ്ണൂരിൽ വന്ന് തമ്പടിച്ച് ഈ സുധാകരനെതിരായി കൂടോത്രം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സുധാകരന്റെ പക്ഷത്തെ ആളുകൾ പറയുന്നത്. ഏതായാലും ഇത് വളരെ വിചിത്രമായിട്ടുള്ള അനുഭവമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇത് വളരെ ഗൗരവത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. കേരളത്തിൽ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയമായ കൂടിയാലോചനകൾ, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യത്തെയൊക്കെ മുൻനിർത്തിയിട്ട് തീരുമാനമൊക്കെ എടുക്കാനാണ്. പക്ഷെ അതിന് പകരം ഇവര് ഇത്തരം ആളുകളെ ആശ്രയിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ്. ഇതിലെ കൂടെ ഉണ്ടായിരുന്ന MP, കാസർഗോഡ് MP രാജുമുണ്ണിത്താൻ ഞങ്ങൾ വേറൊരു അഭിമുഖത്തിൽ സംസാരിച്ചു. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ചോദിച്ചതാണ്, ഈ കൂടോത്രമൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്, നെഹ്റുവിന്റെ കോൺഗ്രസ് ഇവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇവര് പൂർണ്ണമായിട്ടും ഇത്തരം സംഘങ്ങളെ ആശ്രയിക്കുകയാണ്. അപ്പൊ ഇവർക്കിടയിലുള്ള വൈരാഗ്യം മൂത്ത് ഇതൊക്കെ ചെറിയ പൈസയല്ല, ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം കൂടോത്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പല ആളുകളെയും സമീപിച്ച് ഇങ്ങനെയുള്ള ദുർമന്ത്രവാദിനികൾക്ക് പണം കൊടുത്ത് കൊണ്ടുവന്ന് എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ നേർക്ക് ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് എത്രമാത്രം വലിയ നാണക്കേടാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മളിപ്പോൾ AI കാലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രാവിലെ AI കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന MP ഒരു വൈകുന്നേരം മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് ഇത്തരം കൂടോത്രങ്ങളിൽ അഭിരമിക്കുന്നതും അഭയം പ്രാപിക്കുന്നതും അത് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് വിളിച്ചു പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ്. നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടു, 2 സ്ത്രീകളെയാണ് അവിടെ കൊന്നു കുഴിച്ചു മൂടിയത്. അത്രമാത്രം വലിയ ഞെട്ടലോടുകൂടി നമ്മൾ ആ വാർത്തയൊക്കെ കണ്ടത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റ് ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വന്നിട്ട് ഈ ഒരു കൂടോത്രത്തിന്റെ ഒരു ആശങ്കയും ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു.
ശ്രദ്ധപ്പെട്ടിരുന്നു. അതേ പറഞ്ഞ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. അതേ പറഞ്ഞ ഒരു കൂടോത്ര കൊട്ടേഷനിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോവുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വടംവലി ഇവിടെ കോൺഗ്രസിനെ എത്തിച്ചു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നിപ്പോ നിയമസഭയിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ഏത് ഇരുണ്ട കാലത്തിലാണ് നിങ്ങൾ, ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാണ്. ആ ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോട് ചോദിക്കുന്നത്. നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇത് നിയമസഭയിൽ ഇതൊരു ബന്ധപ്പെട്ട ബില്ല് വരുമെന്ന് കുറെ ആൾ കേൾക്കുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയാണ് ബില്ല്, ഈ അനാചാരം അന്ധവിശ്വാസ നിയമ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ളത്. അത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കട്ടെ ഗവൺമെന്റ് ശരിക്കും? തീർച്ചയായിട്ടും. നമ്മുടെ ഈ പത്തനംതിട്ടയിലെ കൊലപാതകം ഉൾപ്പെടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ കൂടിയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളെ മറികടക്കാൻ വേണ്ടി കഴിയുക? അത് കേവലം ഒരു ബില്ലിൽ കൂടിയോ നിയമത്തിൽ കൂടിയോ മാത്രം നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് ഇത്തരം കാര്യങ്ങൾക്ക് സഹായകരമാവുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെന്ന അഭിപ്രായം തന്നെ ഡിവൈഎഫ്ഐക്ക്. സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ് ഇത്തരം ഒരു കൂടോത്രം, അതിൽ വിശ്വാസമുണ്ടെന്ന തരത്തിൽ പരസ്യമായി തന്നെ പറയുന്നത്. ആ സാഹചര്യമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. നിയമനിർമ്മാണം വളരെ അനിവാര്യമായ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് കൂടോത്ര കൊട്ടേഷൻ എന്ന പുതിയൊരു പദം കൂടി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭാവന ചെയ്തിരിക്കുകയാണ്. വി അരുണാണ് വി.കെ. സനോജുമായി സംസാരിച്ചത്. കൂടോത്ര കൊട്ടേഷൻ എന്നുള്ളതാണ് സനോജിന്റെ പ്രതികരണം. AKG സെന്റർ ആക്രമണ കേസിൽ ഡൽഹിയിൽ പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹേൽ ഷാജഹാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കസ്റ്റഡി കാലാവധി അവസാനിക്കും മുമ്പ് തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ആലോചന. 2 ദിവസം സുഹേലിനെ തുടർച്ചയായി ചോദ്യം ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് 4ാം പ്രതിയായ സുബീഷിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം തേടിയത്. കേസിലെ 4 പ്രതികളിൽ 2 പേരെ നേരത്തെ പിടികൂടുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. ഇനി 4ാം പ്രതി സുബീഷിനെ മാത്രമാണ് പിടികൂടാനുള്ളത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, എന്താണ് ഈ അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കങ്ങൾ? ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഒരു പശ്ചാത്തലമുള്ളതിനാൽ സ്വാഭാവികമായി ഇന്ന് തന്നെ പരമാവധി തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രക്ഷപ്പെടാൻ സഹായിച്ചത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതോടൊപ്പം സുബീഷ് എവിടെയാണ് എന്നതിനെക്കുറിച്ച്, കേസിലെ 4ാം പ്രതിയായ സുബീഷ് എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ സുഹേൽ ഷാജഹാൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും ഈ സുഹേൽ ഈ സംഭവത്തിൽ ഈ AKG സെന്റർ ആക്രമണ കേസിന് ശേഷം ആദ്യം ദുബായിലേക്കാണ് എത്തിയതെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെ നിന്ന് തിരികെ കാഠ്മണ്ഡുവിലെത്തി. അവിടെ നിന്ന് റോഡ് മാർഗം കേരളത്തിലെത്തി തിരികെ കാഠ്മണ്ഡുവിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വിമാനത്താവളത്തിൽ വെച്ച് ഡൽഹിയിൽ അറസ്റ്റിലാകുന്നത്. സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സഹായം സുഹേൽ ഷാജഹാന് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ പരിശോധന ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കസ്റ്റഡി കാലാവധി കഴിയാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പുകളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പ്രധാന നിലപാട്. അതിലേക്കാണ് പോവുക. ഇനി മറ്റൊരു വാർത്ത, അത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയുടെ തീരമേഖലകളിൽ പ്രതിഷേധമാണ്. കടലാക്രമണം തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ജനകീയ സമരസമിതികൾ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കണ്ണമാലിയിൽ പുലർച്ചെ മുതൽ റോഡ് ഉപരോധം തുടങ്ങി. ചെല്ലാനം കണ്ണമാലി തീരദേശ പാതയാണ് നാട്ടുകാർ ഉപരോധിക്കുന്നത്. കടൽക്ഷോഭത്തിൽ നിരവധി വീടുകൾ ഈ മേഖലയിൽ തകർന്നിരുന്നു. ചെല്ലാനത്ത് നടപ്പാക്കിയ കടൽ ഭിത്തി കണ്ണമാലിയിലേക്കും നീട്ടുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അത് നടപ്പാക്കിയിട്ടില്ല. പരിഹാരം ആവശ്യപ്പെട്ട് വൈപ്പിൻ ഇടവനക്കാടും ഇന്നു മുതൽ പ്രതിഷേധം ശക്തമാവുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് അവിടെ വേദിയൊരുങ്ങുന്നത്. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഡാനി, പുലർച്ചെ മുതൽ അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ആ ജനങ്ങൾ നീങ്ങുന്നു. എത്രമാത്രം ശ്രമിച്ചിട്ടും ഇടവനക്കാടൊക്കെ പ്രതിഷേധം തുടങ്ങിയിട്ട് നാളുകളായി. ഈ കണ്ണമാലിയിലെ സാഹചര്യവും വ്യത്യസ്തമല്ല. കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് ആ ഇരിക്കുന്ന കണ്ണമാലിക്കാർ. അപ്പോൾ ഇന്ന് വൈകിട്ട് മനുഷ്യമതിൽ നിർമ്മിച്ചൊക്കെ പ്രതിഷേധിക്കാനുള്ള ആലോചനയുണ്ട്. എന്തൊക്കെയാണ് പദ്ധതികൾ സമരസമിതികളുടേത്? എൽദോ, അനിവാര്യമായ ഒരു സമരമുഖമാണ് തീരമേഖലകൾ തുറന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അവർ ആവശ്യപ്പെടുന്നത് തങ്ങൾ സമരത്തിലേക്ക്, പ്രത്യക്ഷ സമരത്തിലേക്ക് പോകേണ്ടി വരും. തങ്ങൾ ഇതുവരെയും തന്നെ കാര്യമായി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും അധികാരികൾ ശ്രമിക്കുന്നില്ല. അഥവാ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും
പദ്ധതികൾ നടപ്പാക്കാനായിട്ട് പല കാരണങ്ങൾ പറയുന്നു. സാമ്പത്തികമായ അടക്കമുള്ള കാരണങ്ങൾ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ദുരിതം തീർക്കേണ്ടത് ആരാണ് എന്ന് അവരുടെ ന്യായമായ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അത്തരം ആ ഒരു ചോദ്യത്തിന് കാര്യമായ രീതിയിലുള്ളൊരു പ്രതികരണം ലഭിക്കാതെ വന്നതോടെയാണ് ഇന്ന് കൊച്ചിയുടെ തീരമേഖലകളിലേക്ക് സമരം ശക്തമാകുന്നത്. ചെല്ലാനത്തിനിപ്പുറം കണ്ണമാലിയിൽ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. റോഡ് ഉപരോധിക്കുകയാണ്. കണ്ണമാലി ചെല്ലാനം തീരദേശ റോഡ് ഉപരോധിക്കുകയാണ്. ഈ മേഖലയിൽ മുഴുവനായിട്ട് തന്നെയും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് വരാനോ അവിടുന്ന് പുറത്തേക്ക് പോകാനും സാധ്യമല്ലാത്ത രീതിയിൽ കണ്ണമാലി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കം വലിയൊരു ജനക്കൂട്ടം ആ റോഡ് ഉപരോധിക്കുന്നത്. ആ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കണ്ണമാലിക്കാർ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ടെട്രാപോഡിന്റെ നിർമ്മാണം ചെല്ലാനത്ത് വന്ന് അവസാനിച്ചു. അത് പദ്ധതി പ്രകാരം കണ്ണമാലിക്ക് ഇപ്പുറമുള്ള തീരമേഖലകളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ അതുണ്ടായില്ല. ചെല്ലാനത്ത് വെച്ച് അത് അവസാനിക്കുകയും ചെയ്തു. ഇനി അത് എന്ന് നിർമ്മാണം പുനരാരംഭിക്കുമെന്നോ അത്തരം കാര്യങ്ങൾ യാതൊരു രീതിയിലുള്ള വിശദീകരണങ്ങൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് നീങ്ങാൻ അവർ നിർബന്ധിതരായിരിക്കുന്നത്. റോഡ് ഉപരോധം തുടരുകയാണ്. പോലീസ് സ്ഥലത്തുണ്ടെങ്കിൽ കൂടിയും ഈ ജനരോഷം അതിശക്തമാണ് ആ മേഖലയിൽ. കാരണം വലിയ രീതിയിൽ തന്നെ വീടുകളടക്കം നഷ്ടപ്പെട്ട നിരവധിയായ ആളുകളുണ്ട്. കടൽ ശക്തമാകുമ്പോൾ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം മാറുകയാണ്. ഒപ്പം ഇടവനക്കാട് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി സമരം ശക്തമാണ്. പക്ഷേ മന്ത്രിയുമായി നടത്തിയ ചർച്ചകൾ അതിൽ പ്രകാരം ഏതെങ്കിലും രീതിയിലൊരു ധാരണ, ശാശ്വതമായ പരിഹാരം, പുലിമുട്ടോ കടൽ ഭിത്തി ബലപ്പെടുത്തുന്നത് അടക്കമുള്ള ശാശ്വതമായ പരിഹാരങ്ങളിലേക്ക് ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് പോകുമെന്ന് അവരും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്നലെ വരെയും 4-ാം തീയതി വരെ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകരുതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ 4-ാം തീയതി ആയിട്ടും കാര്യമായൊരു ഉറപ്പ് നൽകുന്നില്ല. ജിയോ ബാഗുകളുടെ നിർമ്മാണം അത് നടക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രം വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് കളക്ടർ നടത്തിയ ചർച്ചയിൽ കാര്യമായ വിശദീകരണങ്ങളില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇന്ന് വൈകിട്ട് മനുഷ്യമതിൽ തീർക്കുകയാണ് ഇടവനക്കാട് നിവാസികൾ. വരും ദിവസങ്ങളിൽ പ്രതിഷേധം പ്രത്യക്ഷ സമരത്തിലേക്ക് ശക്തമായി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈപ്പിൻ MLA കെ ഉണ്ണികൃഷ്ണൻ്റെ MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ സമര പരിപാടികളുടെ വേലിയേറ്റം തന്നെയാണ് കൊച്ചിയുടെ തീരമേഖലയിലുള്ളത്. അടിയന്തരമായി പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടുക, അല്ല എങ്കിൽ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവർ വ്യക്തമാക്കുകയാണ്. എൽദോ റൈറ്റ്. എന്നാൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കൊച്ചിയിലെ തീരദേശത്തുള്ളവർ. ഇന്ന് MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. വൈകിട്ട് മനുഷ്യമതിൽ തീർക്കാനുള്ള പദ്ധതികളുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നു കൊച്ചിയുടെ തീരദേശ മേഖല എന്നുള്ളതാണ് ഡാനി പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂർ ചാവക്കാട് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണ്. ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെ കാലാവസ്ഥയും തിരിച്ചടിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചെമ്മീൻ കയറ്റുമതി നിലച്ചതും ഇരുട്ടടിയായെന്ന് തൊഴിലാളികൾ പറയുന്നു. നമ്മൾ ആഴക്കടലിലേക്ക് പണിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു 10-12 മൈലേജ് അത്ര ദൂരത്തിൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പണിക്ക് പോകാൻ പറ്റുള്ളൂ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് തിരിച്ച് ചിലപ്പോൾ കരക്കെത്തുക എന്നുള്ളതും കൂടിയിട്ട് നമുക്കറിയില്ല. പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ പോകാതിരിക്കാനാകാത്ത സ്ഥിതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. അരി വാങ്ങാൻ മറ്റു വഴിയില്ലാത്തതിനാൽ അറിയാവുന്ന തൊഴിൽ ചെയ്യുകയാണ് ഇവർക്ക് മുന്നിലുള്ള ഏക മാർഗം. ഞങ്ങൾക്കൊന്നും പണിയെടുക്കാൻ പാടില്ല. അപ്പോൾ അത് കാരണം ഈ കാറ്റും കോളും കാരണം പോവുക, എന്തെങ്കിലും അരി വാങ്ങാൻ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അതും കിട്ടാനുള്ള വഴിയില്ല. ഞങ്ങൾ ഈ ചെറുവഞ്ചിക്കാരാണ്. ഈ കാറ്റും കോളും ഒക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയാണ്. പണി എപ്പോഴെങ്കിലും ഒരിക്കലും ഉണ്ടാകും, ചില സമയങ്ങളിൽ ഉണ്ടാവാറില്ല. എന്നും ഇതിങ്ങനെ കാത്തിരിക്കലേ ഞങ്ങളുടെ തൊഴിൽ. എന്തെന്നാ പറയുക, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ ജീവിതങ്ങൾ ഞങ്ങളുടെ. ഒരാളും ഞങ്ങളെ സഹായിക്കാനോ മറ്റുള്ളതിനൊന്നുമില്ല. ഗവൺമെൻറ്റും ഇല്ല, ഒരാളും ഇല്ല. ഞങ്ങൾ പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്. ജീവിത പ്രശ്നം പരിഹരിക്കാൻ ഒരു കോണിൽ നിന്നും സഹായം ലഭിക്കുന്നില്ലെന്ന് ഇവർ പരാതിപ്പെടുന്നു. ചെറുബോട്ടുകളിൽ മീൻ പിടിക്കാൻ പോകുന്ന ഇവർക്ക് മണ്ണെണ്ണയുടെ വില പോലും താങ്ങാനാകുന്നില്ല.
മത്സ്യത്തൊഴിലാളികളെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സർക്കാരൊന്ന് കണ്ടറിഞ്ഞ് തന്നാൽ മതി, അത്രേ പറയാനുള്ളൂ. കാരണം മണ്ണെണ്ണൻ്റെ പൈസയും ഭയങ്കര കൂടുതലാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഇത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതിലൊന്നും ഇല്ല എന്നുള്ളത്. അതൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജീവിതം വഴിമുട്ടിയ മത്സ്യത്തൊഴിലാളികൾക്ക് ചെമ്മീൻ കയറ്റുമതി നിർത്തിയത് കൂടുതൽ ദുരിതം സമ്മാനിച്ചു. ഈ ചെമ്മീനൊക്കെ കയറ്റുമതി ഇല്ലാത്ത കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ ആൾക്കാർക്കും. പിന്നെ ഇല്ലാണ്ട് നമുക്ക് കടലിൽ ഉള്ളിലോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയാണ്. ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോയിട്ട് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പാടിലാണ് ഇപ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാളികളും ജീവിക്കുന്നത്. അവിടെ നല്ല മഴയാണ്, കടല് കാറ്റും മഴയും കടലൊക്കെ കൂടിയിട്ടേ കടൽ ഇവിടുത്തെ പോലല്ല. അവിടെ സാഹചര്യം വളരെ മോശമാണ്. നമ്മൾ ചെറിയ വഞ്ചിയല്ലേ, ദീപം പണയം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോണതും ഇങ്ങോട്ട് വരുന്നത്. കൂലിക്കാശൊന്നും മുട്ടില്ല, ചായ കുടിക്കണ കാശെല്ലാം വളരെ ശോകം എന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ് ഇപ്പോഴത്തെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ട്രോളിംഗ് നിരോധനം തീരും വരെ എങ്ങനെ പഞ്ഞമില്ലാതെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ന്യൂസ് 18 തൃശ്ശൂർ. കോഴിക്കോട് മുതലക്കുളത്ത് തീപിടുത്തം. ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം. അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ തീപിടുത്തം അത് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ? ജീവനക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? എന്തോ രാവിലെ ഒരു 6:30 കൂടിയാണ് മുതലക്കുളത്തെ ഡിവൈൻ എന്ന ഹോട്ടലിൽ തീപിടുത്തം ഉണ്ടായത്. രാവിലെ ജീവനക്കാരൻ ഈ കട തുറന്ന് തീ അടുപ്പിലേക്ക് പകരാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. ഇതേ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ ജീവനക്കാരൻ പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറം സ്വദേശിയായ കുത്തബ്ദീൻ എന്ന ആളായിരുന്നു ജീവനക്കാരൻ. ഇദ്ദേഹത്തിന് 80% പൊള്ളലേറ്റിട്ടുണ്ട്. അതായത് ആളെ രക്ഷിക്കാൻ ഇനി കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ. ഇദ്ദേഹത്തെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ തീപിടുത്തമുണ്ടായി ഈ ജീവനക്കാരൻ പുറത്തേക്ക് ഓടിയപ്പോൾ തന്നെ സമീപത്തുള്ള കടക്കാരും മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകളും തടിച്ചു കൂടുകയും രക്ഷാപ്രവർത്തനം ചെയ്തു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. എന്തായാലും വ്യാപാരികളും ഫയർഫോഴ്സും എല്ലാം സമയോചിതമായി ഇടപെട്ടതിനാൽ മറുവശത്തേക്കുള്ള അല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള കടകളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കിയിരിക്കുന്നു. എന്തായാലും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പറയുന്നത്. രക്ഷാപ്രവർത്തനം പൂർണ്ണമായിരിക്കുന്നു. തീ പൂർണ്ണമായി തന്നെ അണച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലോ പൂർണ്ണമായും തീ അണച്ചു എന്നതാണ്. പക്ഷേ ഒരു ജീവനക്കാരന് 80%-ലേറെ പൊള്ളലേറ്റു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഘടകം. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. മോർണിംഗ് തിരികെ. തലയ്ക്ക് ഭയങ്കര ഭാരം പോലെ വരിക സാധ്യതകളാണ്. അല്ല അതരിയാ ഇതിനകത്തിന് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. തലയ്ക്കകത്ത് നോക്കാം. അതിന്റെ അപ്പുറം കാര്യം വേറുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ളതാണ്. ചില ആഴ്ചകൾക്ക് മുന്നിൽ നടന്ന ചില നീക്കങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ശബ്ദത്തിൽ നമ്മൾ കേട്ടത് 2 പ്രധാന വ്യക്തികളാണ്. ഒന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ, മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഡാൻ കുര്യനാണ്. നിർണായകമായ ഈ ദൃശ്യങ്ങളും ഒപ്പം ഈ വാർത്തകളും ഡാൻ കുര്യനാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡാൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, എന്നാണ് ഈ സംഭവം നടന്നത്? എന്തായിരുന്നു ഇതിന്റെ പശ്ചാത്തലം? സജിത്ത്, മാസങ്ങൾക്ക് മുമ്പ് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂർ നാടാലിലുള്ള ഔദ്യോഗിക വസതിയുടെ കന്നിമൂലയിൽ നിന്ന് കണ്ടെടുത്ത ആ കൂടോത്ര അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണവുമാണ് പ്രേക്ഷകർ അല്പസമയം മുമ്പ് കേട്ടിരിക്കുന്നത്. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ കടന്നു വന്നതിന് പിന്നാലെ മുതൽ അദ്ദേഹത്തെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. അതിന് അദ്ദേഹം എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി.
വിവിധ തരത്തിലുള്ള പരിശോധനകൾ അദ്ദേഹത്തിന് എന്താണ് ആരോഗ്യ പ്രശ്നങ്ങളെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നടന്നു. പക്ഷേ ആ പരിശോധനകളിലൊന്നും അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി കണ്ടെത്താൻ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആത്മീയ ആചാര്യനെ കൊണ്ട് ആ വീട്ടിൽ ചെന്നൈ മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. ഹത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ രാഹുൽ ഗാന്ധി കാണുന്നു. അലിഗഡിലെത്തിയാണ് ബന്ധുക്കളെ കാണുന്നത്. ബോലെ ബാബ ഇപ്പോഴും ഒളിവിലാണ്. ബാബയുടെ അടുത്ത അനുയായി പ്രകാശ് മധുക്കറെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. സുവി വിശ്വനാഥൻ ചേർത്ത്. സുവി, രാഹുൽ ഇത്ര രാവിലെ അവിടെ എത്തി സന്ദർശനം നടത്തുന്നു. എന്താണ് ഹത്രസിൽ നിന്നുള്ള വിവരങ്ങൾ? എൽദോ, ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഹത്രസിലേക്ക് പുറപ്പെട്ടത്. ഹത്രസിന് സമീപമുള്ള അലിഗഡിലാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെയുള്ള ഹത്രസ് ദുരന്തത്തിൽ മരിച്ച അവരുടെ ബന്ധുക്കളെ രാഹുൽ ഗാന്ധി കണ്ടു. അവരോടൊപ്പം ഇരുന്ന് അവരെ സമാശ്വസിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ സംഭവ സ്ഥലം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സംഭവം നടന്ന് യോഗി ആദിത്യനാഥ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദ്യ ദിവസം തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ അവിടേക്ക് പ്രതിപക്ഷ നേതാവും എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹത്രസ് ദുരന്തത്തിൽ 121 പേരാണ് മരിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അപ്പോഴും ഈ ബോലെ ബാബ എന്ന ആൾ ദൈവത്തെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അയാൾ ഇപ്പോഴും ഒളിവിലാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 20 പേരാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ തുടരുന്നത്. ആ 20 പേരെ കസ്റ്റഡിയിൽ തുടരുമ്പോഴും ഈ ബോലെ ബാബയുടെ അടുത്ത അനുയായികളെ കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. പ്രകാശ് മധുക്കർ എന്ന് പറയുന്ന ബോലെ ബാബയുടെ അടുത്ത അനുയായിയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോഴും ബോലെ ബാബ ഇതിൽ തുടരുക തന്നെയാണ്. എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി അവിടെ എത്തിയ ബന്ധുക്കളോട് ചോദിച്ചറിയുകയും ചെയ്തു. നിലവിൽ 2 ലക്ഷം രൂപയാണ് സമാശ്വാസ ധനസഹായമായി UP സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക്. ഒപ്പം പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി അവിടെ എത്തി ബന്ധുക്കളെ സമാശ്വസിപ്പിച്ചു. ഇനി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും രാഹുൽ ഗാന്ധി സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഹത്രസിലേക്കുള്ള സന്ദർശനം. എൽദോ, രാവിലെ തന്നെ രാഹുൽ ഗാന്ധി ഹത്രസിലെത്തി. അവിടെ പരിക്കേറ്റവരുടെ വീടുകളിലെത്തി അവിടെ സന്ദർശനം നടത്തി എന്നുള്ളതാണ്. എന്നാലും ഇപ്പോഴും ആൾദൈവം ബോലെ ബാബ അയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, ഒളിവിലാണ്. അയാളുടെ അടുത്തനുയായി പ്രകാശ് മധുക്കർ എന്ന ആളെയും കണ്ടെത്താനായി ശ്രമമുണ്ട്. അതിനുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നുള്ളതാണ് വിവരം. ഹത്രസിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധി അവിടെ സന്ദർശനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വീഴ്ച പറ്റിയെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. തുടർ ഭരണത്തിന് പിന്നാലെ ഉണ്ടാക്കിയ തിരുത്തൽ രേഖ ഫലപ്രദമായില്ല. അഹങ്കാരവും ധാർഷ്ട്യത്തോടുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുകയാണ്. പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ജീവൽ ബന്ധം നഷ്ടപ്പെട്ടു. LDF-ൽ നിന്ന് BJP-യിലേക്ക് മാറിയ വോട്ടർമാർ ഒരു പോക്കുപോയി എന്ന നിഗമനം വിഡ്ഢിതമാണെന്നും തോമസ് ഐസക് പറയുന്നു. ക്യാമ്പസുകളിലെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതിഷേധാർഹമെന്ന് ASF. നിരന്തരമായി സംഘർഷങ്ങളിൽ ഭാഗമാകുന്നവരെ തള്ളിപ്പറയുന്നതിന് പകരം രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ എന്ന് വ്യക്തമാക്കണം. തിരുത്തേണ്ടവ തിരുത്തിപ്പോയില്ലെങ്കിൽ വലിയ വില ഇടതുപക്ഷത്തിന് കൊടുക്കേണ്ടി വരുമെന്നും ASF മുന്നറിയിപ്പ് നൽകുന്നു. CMRL എക്സാലോജി കരാറിൽ 2 ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഗിരീഷ് ബാബുവിന്റെ റിവിഷൻ ഹർജിയാണ് ആദ്യത്തേത്. ഗിരീഷ് ബാബു അന്തരിച്ച സാഹചര്യത്തിൽ കേസുമായി മുന്നോട്ട് ആകില്ല എന്നായിരുന്നു കുടുംബം ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ പരാതിക്കാരൻ മരിച്ചാലും ഹർജി നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി സ്വീകരിച്ച നിലപാട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ചോദ്യം ചെയ്ത് CMRL നൽകിയ ഹർജിയിലും ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കുന്നുണ്ട്. CMRL അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വാദം അറിയിക്കും. കേസിൽ EDയുടെ വാദം പൂർത്തിയായിട്ടുണ്ട്. കിഫ്ബി മസാല ബോണ്ടിലെ
ഫെമ നിയമലംഘനം അന്വേഷിക്കുന്ന EDയുടെ സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കിഫ്ബിയുടെയും ഡോക്ടർ TM തോമസ് ഐസക്കിന്റെയും ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കിഫ്ബിക്കും തോമസ് ഐസക്കിനും വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള അരവിന്ദ് ദത്താർ, ജയദീപ് ഗുപ്ത എന്നിവർ ഹാജരാകും. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി വാദം അവതരിപ്പിക്കുക. ഇടുക്കിയിൽ കയ്യേറ്റ ഭൂമിയിലെ CPIയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് നടപടി ആരംഭിക്കുകയാണ്. ഇടുക്കി കൂട്ടാറിലെ അനധികൃത കെട്ടിടം ഒഴിപ്പിക്കാൻ ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ നിർദ്ദേശം നൽകി. കരുണപുരം പഞ്ചായത്ത് സെക്രട്ടറിക്കും PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കുമാണ് കത്ത് നൽകിയിരിക്കുന്നത്. കൂട്ടാറൽ റോഡ് പുഴ പുറമ്പോക്ക് ഭൂമി കയ്യേറി SNDP ശാഖായോഗം നിർമ്മിച്ച കെട്ടിടത്തിനെതിരെയാണ് നടപടി. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന് അന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും തുടർന്ന് നിർമ്മാണം നിലയ്ക്കുകയുമായിരുന്നു. ഉപയോഗിക്കാതെ കിടന്ന കെട്ടിടത്തിൽ കഴിഞ്ഞയിടെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു. ഇതോടെയാണ് അനാഥമായി കിടന്ന കെട്ടിടം വിവാദത്തിലായത്. 5 ഷട്ടർ മുറികൾ ഉൾപ്പെടെയുള്ള കെട്ടിടം ഒഴിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ഭൂരേഖ തഹസീൽദാർ PWDയോട് ആവശ്യപ്പെട്ടത്. തോട് പുറമ്പോക്കും കയ്യേറിയിട്ടുള്ളതിനാലാണ് പഞ്ചായത്ത് സെക്രട്ടറിയോടും നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഹൈറേഞ്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ MD KD പ്രതാപൻ അറസ്റ്റിലായി. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിലാണ് ED അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ 200 കോടി രൂപയോളം തട്ടിയെടുത്തു എന്നതാണ് EDയുടെ കണ്ടെത്തൽ. KD പ്രതാപനെ ED നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. കോഴിക്കോട് ജില്ലയിൽ സൈബർ തട്ടിപ്പ് കേസുകളിൽ വലിയ വർധനയാണ് കഴിഞ്ഞ 6 മാസത്തിനിടെ ഉണ്ടായത്. 15 കോടിയോളം രൂപയാണ് തട്ടിപ്പിനിരയായവർക്ക് നഷ്ടപ്പെടുന്നത്. കേസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമ്പോഴും പിടികൂടാൻ കഴിയുന്ന പ്രതികളുടെ എണ്ണം 5% മാത്രമാണ്. ഇതോടെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബിസിനസ്സുകാർ, വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, വിരമിച്ച ഉദ്യോഗസ്ഥർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ സൈബർ തട്ടിപ്പുകൾക്ക് വിധേയമാകുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ നിരവധി കേസുകളാണ് വൻകിട തട്ടിപ്പുകളുമായി മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 110 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 5% പേരെ മാത്രമാണ് പിടികൂടാനായിട്ടുള്ളത്. ഇതര സംസ്ഥാന ബന്ധമുള്ള പ്രതികളെ പിടികൂടുന്നത് ദുഷ്കരമായതുകൊണ്ട് ഭൂരിഭാഗം പേർക്കും പണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഈ വർഷം ഇതുവരെ 15 കോടി 15 crore 34 lakh amount is already lost. We are able to recover hardly 10%. Like 2023 we are able to freeze the amount of 1 crore 53 lakh 68,000. ഈ വർഷം 2 crore 79 lakh 37,000 amount ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് amount തിരിച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് അക്കൗണ്ടിലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂകളുണ്ട്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ ശ്രമവുമായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ഇതിനായി 220ഓളം വോളണ്ടിയർമാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ പരിശീലനം നൽകിയിട്ടുള്ളത്. വാർഡ് അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇപ്പം നമ്മുടെ ഒരു കാലിക്കറ്റ് സിറ്റിയിലെ ഒരു വാർഡ് ലെവലിൽ തന്നെ SHO കീഴിലെ വാർഡ് ലെവലിൽ തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് അവർക്ക് ഈ സൈബർ ഓപ്പറേഷൻ ഫ്രോഡുകളുടെ മോഡൽസ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബൃഹത് പരിപാടി തുടങ്ങുന്നുണ്ട്. നാളെ മുതൽ തന്നെ ഇത് തുടങ്ങും. ഒരാഴ്ച ഇത് കൃത്യമായിട്ട് എല്ലാ സ്റ്റേഷനിലെ എല്ലാ വാർഡുകളിലും കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്താദ്യമായി രജിസ്റ്റർ ചെയ്ത AI വീഡിയോകൾ വഴിയുള്ള സൈബർ തട്ടിപ്പിലെ മുഴുവൻ പ്രതികളെയും കോഴിക്കോട് പോലീസ് പിടികൂടിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള പണിക്കർ റോഡിലെ അപകടാവസ്ഥയിലായിട്ടുള്ള ഫ്ളാറ്റുകളിലൊന്നിലെ മേൽക്കൂര ഇടിഞ്ഞു വീണു. മുറിക്കുള്ളിലുണ്ടായിരുന്ന വയോധികയായിട്ടുള്ള താമസക്കാരി പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. 40 വർഷത്തിലേറെ പഴക്കമുള്ള ഫ്ളാറ്റിന്റെ ശോച്യാവസ്ഥ നേരത്തെ തന്നെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതാണ്. ഫ്ളാറ്റ് പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കുമെന്ന് മേയർ അറിയിച്ചിരുന്നുവെങ്കിലും നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് മേൽക്കൂര വീണ്ടും ഇടിഞ്ഞു വീണത്. MS അനീഷ് കുമാർ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള പണിക്കർ റോഡ് ഫ്ളാറ്റിന്റെ ദുരവസ്ഥ നേരത്തെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അടിയന്തരമായി ഇടപെടൽ നടത്തുമെന്ന് കോർപ്പറേഷൻ മേയർ ഉറപ്പ് നൽകുകയും അർഹരായവർക്ക് പുതിയ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുമെന്നും പറയുകയും ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു നീക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തത്. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷവും ഈ കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു അപകടം നടന്നിരിക്കുന്നത്. ഈ ഫ്ളാറ്റിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ താമസിക്കുന്ന ആദ്യത്തെ മുറിയിൽ ഐഷ എന്ന ഉമ്മ താമസിക്കുന്ന
താമസിക്കുന്ന ഫ്ളാറ്റിലെ കട്ടിലാണ് നമ്മളിപ്പോൾ കിടക്കയാണ് കണ്ടിരിക്കുന്നത്. ഈ കിടക്കയിലാണ് വലിയ കോൺക്രീറ്റ് പാളികൾ നിലത്തേക്ക് പതിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ കൂറ്റൻ കല്ലുകളാണ് ഈ മുകളിലെ ഭാഗത്തു നിന്നും താഴേക്ക് അടർന്നു വീണിരിക്കുന്നത്. ഈ ഒരു പാളി ശരീരത്ത് വീണാൽ ഒരുപക്ഷെ ജീവൻ വരെ അപകടത്തിലാകാവുന്ന തരത്തിലുള്ള പാളികളാണ്. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ ഉമ്മ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് മാത്രമാണ് ഇത്ര വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് നോക്കിയാൽ തന്നെ കാണാം, ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെ പൂർണ്ണമായും ഇളകി നിൽക്കുന്ന അവസ്ഥ. ഒരുപക്ഷെ ഇവിടെ നിന്ന് റിപ്പോർട്ടിംഗ് പോലും അപകടകരമായ ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ. ഈ ഫ്ളാറ്റിന്റെ മറ്റ് മേൽക്കൂരയുടെ മറ്റു ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് എന്തായാലും ആ ഉമ്മയെ തന്നെ അകത്തേക്ക് വിളിക്കാം. ഉമ്മ തന്നെ കാര്യങ്ങൾ പറയും. ഈ മറ്റു ഭാഗങ്ങളിലേക്കും ഇടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉമ്മ എന്താണ് സംഭവിച്ചത്? എന്താണ് ഉമ്മ സംഭവിച്ചത്? ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് മോനെ ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ പെട്ടെന്ന് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് ഇതൊന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. അല്ലാന്നുണ്ടോ എന്റെ തല പൊട്ടി ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തേണ്ടതാണ് ഇപ്പോൾ. അപ്പൊ ഞാൻ എന്തോ എടുക്കാൻ വേണ്ടി അവിടെ ചെന്നതാണ്. ചെന്നപ്പോഴത്തേക്ക് ഒന്നായിട്ട് ഇങ്ങോട്ട് കൊടാന്നറി വീണപ്പോ അവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ പാഞ്ഞു വന്ന് എന്താ പറ്റിയെന്ന്. അപ്പൊ ഇങ്ങനെ കിടക്കും, ഇങ്ങനെ എനിക്ക് ബേജാറാണ്. എനിക്കെല്ലാം കൂടെ ഇനി പൊളിയാൻ കിടക്കാണ് ബാവേ. ഇതെന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ കാണാൻ ശരിയാവില്ല. നമ്മളില്ലെങ്കിൽ കോർപ്പറേഷനിൽ വന്നിട്ട് ഒരു അടിയും തല്ലിനുള്ള വയ്യൊക്കെ വെക്കും. നമ്മൾ കോർപ്പറേഷനിലേക്ക് ഇറങ്ങാനുള്ള വയ്യ തന്നെയാണ് വെക്കുന്നത്. ഇത് എന്തെങ്കിലും ഒരു ആപത്തൊരു അപകടം പറ്റുന്ന മട്ടുണ്ട്. ഇതിന്റെ അത്ര എനിക്ക് പറയാൻ കഴിയും. ഈ മേയർ പറഞ്ഞത് ഇത് പൊളിച്ചു മാറ്റി പുതിയ ഫ്ളാറ്റ് പണിയും, മേയർ പറഞ്ഞത് ഫ്ളാറ്റ് പൊളിച്ച് പുതിയത് പണിയും എന്നൊക്കെയാണ്. മേയർ പറഞ്ഞ എന്താന്നറിയോ, നിങ്ങൾക്ക് കേസ് സാമദാസങ്ങൾ തരി, നിങ്ങൾ കേസുകൾ സാമദാസം തരിന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞു. ഈ സാമദാസം 3 കൊല്ലം 4 കൊല്ലമൊക്കെ കഴിഞ്ഞു പോയി. ഇതുവരെ ഒരു നടപടി എടുത്തില്ല. ഒരാളും ഇവിടെ വന്നു നോക്കിയില്ല. കോർപ്പറേഷൻ ഒരാളും വന്നു നോക്കിയില്ല. ഇതെന്താണ് വലിക്ക് എന്താ പറ്റുന്നത്, എന്താ സംഭവിക്കുന്നത് എന്നുള്ള കോർപ്പറേഷനിൽ നിന്ന് ഒരാൾക്ക് എത്തി പാർട്ടി വരെ നോക്കണില്ല. ഒരു പാർട്ടിക്കാരും ഇവിടെ വരുന്നില്ല നോക്കാനൊക്കെ. അപ്പൊ 40 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഈ ഫ്ളാറ്റ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി നിർമ്മിച്ചതാണ്. പക്ഷേ യാതൊരു തരത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ ഈ ഫ്ളാറ്റിൽ നടത്താതെയായിട്ട് വർഷങ്ങളാവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഭാഗങ്ങളായി ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ. മഴ പെയ്യുമ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും പൂർണ്ണമായും വെള്ളം താഴേക്ക് പതിക്കുന്ന ഒരവസ്ഥ നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ മോശമാണ്. ഇപ്പോൾ ഉമ്മ തലനാരിഴക്കാരുടെ അപ്പുറമാണ് അങ്ങനെ വെള്ളം ചോർന്ന് കുത്തിവരിച്ച് ജീവിക്കാണ്. ഒരുപാട് വേദനയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. നമുക്ക് ഒരു നിവർത്തിയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ കാണിച്ചു തരും. ഏത് നിമിഷം ചെറിയ പൊടി മക്കളാണ്. ആ മക്കൾക്കൊക്കെ എന്തും അവരെന്നെ ഒരു നൂലിലാണ് ഇപ്പൊ ഒരു രക്ഷപ്പെട്ടത്. ഇപ്പൊ ഓളം തലയെ വീട്ടോൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പൊ കൊണ്ടുപോകേണ്ടി വരും. ഇപ്പൊ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഉമ്മ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ അപകടമാണ് അപകടം പറയുകയാണെങ്കിൽ നമ്മളെ ഫ്ളാറ്റിൽ അതിനകത്തുള്ള ഒരു കഷ്ണം വന്ന് വീണിക്കണം തന്നെയാണ്. പക്ഷെ രാത്രി 12 മണി സമയത്ത് അങ്ങനെ നിൽക്കാൻ പോലും പറ്റില്ല. പൊളിഞ്ഞു വീഴുക. അടുക്കളയിലേക്കൊന്നും കയറാനും പിടിക്കാനും പോലെ കഴിയുന്നില്ല. ഇന്ന് വരെ ഒരാൾ വന്നു പോലും നോക്കുന്നില്ല. എന്തായാലും ഈ ആളുകൾ ഹതാശരാണ്. കാരണം പതിവായി പരാതി പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാവുന്നില്ല. ഇത്തവണ പക്ഷേ മേയർ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു പോംവഴി ഉണ്ടാവും, പരിഹാരം ഉണ്ടാവും എന്നാണ്. പക്ഷേ അക്കാര്യങ്ങളിൽ യാതൊരു കാര്യവും ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് ഈ ഫ്ളാറ്റിലുള്ളവർ പറയുന്നത്. എന്തായാലും തലനാരിഴയ്ക്കാണ് ഒരു വലിയ അപകടം ഇത്തവണ ഒഴിവായിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും വലിയ തോതിൽ പൊട്ടിപ്പൊളിഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം, പലപ്പോഴും ഇത്തരം മേൽക്കൂരകളൊക്കെ ഇടിഞ്ഞു വീഴുന്നു. ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു സാഹചര്യമൊക്കെ ആലോചിക്കുക പ്രയാസകരമാണ്. എന്താണെങ്കിലും ഉടൻ തന്നെ നടപടിയിലേക്ക് പോകും. മേയറുടെ വാക്ക് അത് പാലിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. ഇടുക്കി ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിലെ UP ക്ലാസുകളിലെ കുട്ടികൾ ഈ വർഷവും ഫീസ് നൽകണം. LPക്കും ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും UP വിഭാഗം അൺഎയ്ഡഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണയെങ്കിലും അംഗീകാരം ലഭിക്കുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ. എല്ലാ വിഷയങ്ങൾക്കുമായി ആകെയുള്ളത് 2 അധ്യാപകർ. 5, 6, 7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠനം ഒരുമിച്ച്. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റു ക്ലാസ്സുകാർ വെറുതെ ഇരിക്കണം. സൗജന്യ പുസ്തകങ്ങൾ, ഉച്ചഭക്ഷണം, യൂണിഫോം തുടങ്ങിയവയൊന്നും ഈ കുട്ടികൾക്ക് ലഭിക്കില്ല. எல்லா கிளாஸுக்கும் டீச்சர்ஸ் வேணும், ஸ்போர்ட்ஸ்க்கு வெளியே போகணும், யூனிஃபார்ம் ஃப்ரீயாக கிடைக்கணும், புக்கு கிடைக்கணும், மதிய சாப்பாடுக்கு வெளியே போகணும். ஃபீஸ் கட்டுறது வாரம் வாரம் மாதம் 300 ரூபா கட்டுற மாதிரி இருக்குது. அதுக்கு எல்லாத்துக்கும் டீச்சர் வேணும். இப்போ எங்கள் ஸ்கூலில் அங்கீகாரம் இல்லாதனால எங்கள் ஸ்கூலில் எனக்கு மதியம் சாப்பாடு இல்லை.
இன்னொன்று புக் ஃபீஸ் கூடுதலாக இருக்கும். இது ஸ்கூலில் அங்கீகாரம் இல்லாமல் அதுவும் காசு ரொம்ப இருக்குது. யூனிஃபார்மும் காசு கூடுதலாக இருக்குது. எங்களால் மற்ற സ്കൂൾ മാതിരി ഞങ്ങളെ എതുനാളെ ചേര മുടിയില്ല. തോട്ടം മേഖലയിലെ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഉടുമ്പൻചോല സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഹൈസ്കൂളിനും LPക്കും അംഗീകാരമുണ്ടെങ്കിലും UP അൺഎയ്ഡഡായി PTA നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. UP വിഭാഗത്തിൻ്റെ പ്രവർത്തനത്തിനായി ഓരോ വിദ്യാർത്ഥിയും മാസം 300 രൂപ വീതം ഫീസ് നൽകണം. കഴിഞ്ഞ വർഷം 4ൽ പഠിച്ച 5 കുട്ടികൾ UPയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല. 10ലധികം കുട്ടികൾ UP ക്ലാസ്സിൽ നിന്ന് TC വാങ്ങിയിട്ടുമുണ്ട്. തമിഴ്നാട്ടിലേക്ക് മാറ്റുന്നതിനായാണ് TC വാങ്ങുന്നതെങ്കിലും പല കുട്ടികളുടെയും പഠനം മുടങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. 2 ടീച്ചേഴ്സ് മാത്രമേ എല്ലാ സബ്ജക്റ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്, പിള്ളേർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഓരോ ദിവസം പിള്ളേരും ലെറ്റർ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് അടുത്ത്. അപ്പോൾ അത് നമുക്ക് ഇതുവരെ അംഗീകാരം കിട്ടിയിട്ടില്ല. UP വിഭാഗത്തിന് അംഗീകാരം ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും സ്കൂളിലുണ്ട്. 13 വർഷങ്ങളായിട്ട് ഇതിന് അംഗീകാരമില്ല 5, 6, 7 ക്ലാസ്സുകൾക്ക്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇത് ഇവിടുന്ന് 5 അംഗീകാരമില്ലാത്തത് കൊണ്ട് ഫീസ് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടും തമിഴ്നാട്ടിലേക്ക് കുറേ കുട്ടികളൊക്കെ മാറ്റിക്കൊണ്ട് പോകുന്നു. ഞങ്ങളുടെ പലരും കൊണ്ടുപോകാൻ പറ്റാത്ത കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് അംഗീകാരം കിട്ടി ഫീസ് അടച്ച് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അംഗീകാരം ലഭിക്കുന്നതിനായി PTA മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ നവകേരള സദസ്സിലും അപേക്ഷ നൽകിയിരുന്നു. നിലവിൽ സ്കൂളിൽ UP സെക്ഷൻ അനുവദിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ 5, 6, 7 ക്ലാസ്സുകളിൽ 60 കുട്ടികളും നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുവാൻ അത് സാഹചര്യം ഒരുക്കുന്ന ഒരു ഇതുണ്ടാകും. എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരില്ലാത്തതിനാൽ കുട്ടികളുടെ പഠന നിലവാരവും നിലനിർത്താനാകുന്നില്ല. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടില്ല. വെള്ളിയാഴ്ച ഫലം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രോഗം സംശയിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്ന് ഉറപ്പായെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 14-കാരൻ ഇന്നലെ മരണത്തിന് കീഴടങ്ങിയിരുന്നു. മൃദുൽ ഉൾപ്പെടെ 3 കുട്ടികളാണ് കോഴിക്കോട്ടെ ആശുപത്രികളിൽ 2 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം കൊണ്ട് മരിച്ചത്. തൃശൂരിൽ മദ്യപിച്ച് കാറിൽ വന്ന സംഘം വിദ്യാർത്ഥികളെ മർദ്ദിച്ചുവെന്ന് പരാതി. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. 2 വിദ്യാർത്ഥികളെ വീടിന്റെ ചുമരിൽ ചേർത്ത് നിർത്തി മർദ്ദിച്ചു. വീട്ടുടമസ്ഥ തടയാൻ ശ്രമിച്ചപ്പോൾ അവരെയും ഭീഷണിപ്പെടുത്തി. വീടിന് മുന്നിലെ ചെടിച്ചട്ടികൾ അടിച്ചു തകർത്തു. തടയാൻ ശ്രമിച്ച വഴിയാത്രക്കാരെ അസഭ്യം പറയുകയും ചെയ്തു എന്നാണ്. 10ലധികം വിദ്യാർത്ഥികൾ നടന്നു പോകുമ്പോഴായിരുന്നു ഇങ്ങനെയൊരു ആക്രമണം. വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച പ്രതി ഓടി രക്ഷപ്പെട്ടു. പത്തനംതിട്ട സ്വദേശി വിഷ്ണു ഉല്ലാസാണ് രാത്രി രക്ഷപ്പെട്ടത്. തിരുവനന്തപുരത്തെ ജയിലിൽ നിന്ന് ആലപ്പുഴ രാമങ്കരി കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴാണ് പ്രതി രക്ഷപ്പെട്ടത്. റെയിൽവേ സ്റ്റേഷനിലെ ശുചിമുറിയിൽ കയറാൻ വിലങ്ങഴിച്ചപ്പോൾ ബാത്റൂമിലെ ജനല് വഴി രക്ഷപ്പെടുകയായിരുന്നു. ആലപ്പുഴ നെടുമുടിയിൽ നടന്ന പിടിച്ചുപറി കേസിലെ പ്രതിയാണ് ഇയാൾ. മഴക്കാല ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ഷൂട്ട് ദ റെയിൻ ഫുട്ബോൾ മത്സരം ജൂലൈ 6, 7 തീയതികളിൽ കളമശ്ശേരിയിലാണ് മത്സരം നടക്കുന്നത്. ടൂറിസം പ്രൊഫഷണൽസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഷൂട്ട് ദി റെയിൻ ഫുട്ബോൾ മത്സരത്തിൽ 22 ഹോട്ടലുകളുടെയും 4 ടൂർ ഓപ്പറേറ്റർമാരുടെയും ടീമുകളടക്കം 26 ടീമുകൾ പങ്കെടുക്കും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ക്ലബ് പ്രസിഡന്റ് വിനീഷ് വിദ്യ പറഞ്ഞു. മഴക്കാല ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ 20 വർഷമായി ക്ലബ്ബ് മത്സരം സംഘടിപ്പിച്ചു വരികയാണ്. ബ്രിട്ടൻ അവിടെ അധികാരമാറ്റത്തിന്റെ സ്വരങ്ങൾ അത് കേട്ടു തുടങ്ങിയിരുന്നു. രാവിലെ തന്നെ നമ്മൾ ആ വാർത്തയിൽ വളരെ കാര്യമായി തന്നെ നിൽക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ലേബർ പാർട്ടി ഏറെ മുന്നിലാണ് എന്നുള്ളതാണ് വിവരം. 157 സീറ്റിലാണ് ഇപ്പോൾ ലേബർ പാർട്ടി ലീഡ് ചെയ്യുന്നത്.
സുവി വിശ്വനാഥൻ. സുവി, രാവിലെ തന്നെ നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് സംസാരിച്ചിരുന്നു. അതിൽ തന്നെ വ്യക്തതയുണ്ടായിരുന്നു എത്രമാത്രം മുന്നേറ്റമാണ് ലേബർ പാർട്ടി ഉണ്ടാക്കുന്നത്. എന്താണെങ്കിലും ഏറ്റവും ഒടുവിലത്തെ ആ ഒരു ലീഡ് നില എന്താണ്? എൽദോ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ എന്താണോ എക്സിറ്റ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അതേ രീതിയിലേക്ക് തന്നെയാണ് വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ലേബർ പാർട്ടി 157 സീറ്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൺസർവേറ്റീവ് പാർട്ടി അതേസമയം 25 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി 18 സീറ്റുകൾ, റഫറൽ UK പാർട്ടി 3 സീറ്റുകൾ, IND 2 സീറ്റുകളുമാണ് നേടിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഗ്രീൻ പാർട്ടിക്ക് സീറ്റുകൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഗ്രീൻ പാർട്ടിയുടെ സീറ്റുകൾ സൂചിപ്പിക്കുന്നില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം 2019 ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ലേബർ പാർട്ടി ഇപ്പോൾ നേടിയിരിക്കുന്നത് 157 സീറ്റാണ്. 2019 ഈ സമയത്ത് ലേബർ പാർട്ടിക്ക് വെറും 64 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 64 സീറ്റുകൾ കൂടുതലാണ് ഉണ്ടായിരുന്നത്. കൺസർവേറ്റീവ് പാർട്ടിക്കാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിരുന്നത്. കൺസർവേറ്റീവ് പാർട്ടിക്ക് 2019 76 സീറ്റ് കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 15 സീറ്റുകൾ കൂടുതലായി വന്നു. ഈ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി അതുപോലെ തന്നെ റഫറൽ പാർട്ടി, ഈ പാർട്ടികളാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ടുകൾ കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും നിർണായകമായ തെരഞ്ഞെടുപ്പ്, ആ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താണോ സൂചിപ്പിച്ചത്, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആദ്യം 410 സീറ്റായിരുന്നു, ഇപ്പോൾ പറയുന്നത് 405 സീറ്റുകളാണ് ലേബർ പാർട്ടിക്ക്. കൺസർവേറ്റീവ് പാർട്ടിക്ക് 154 സീറ്റുകൾ എന്ന രീതിയിലേക്ക് മാറുന്നു. എന്താണോ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അതേ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴും വരുന്നത്. കീർ സ്റ്റാർമർ അധികാരത്തിലെത്തും എന്ന സൂചനകളാണ് വരുന്നത്. ഈ ബ്രിട്ടനിൽ ഒരു അധികാര കൈമാറ്റം നടക്കുന്നു. 14 വർഷമായി കുത്തക ഭരണമായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി നടത്തിയിരുന്നത്. വലിയ തോതിലുള്ള പ്രതിസന്ധി സാധാരണക്കാർ അനുഭവിക്കുകയും ചെയ്തിരുന്നു. കുടിയേറ്റ പ്രശ്നം, സാമ്പത്തിക മാന്ദ്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വലിയ തോതിൽ നേരിട്ടിരുന്നു. അതിനെല്ലാം പരിഹാരം എന്ന രീതിയിൽ ജനങ്ങളുടെ ജനവിധി അത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ആ ജനവിധിയിൽ ലേബർ പാർട്ടി മുന്നേറുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത്. എൽദോ, ഓക്കെ, എന്നാലും അവിടെ ബ്രിട്ടനിൽ അധികാരമാറ്റത്തിന്റെ സമയമാണ്. അധികാരമാറ്റം എന്നാൽ ഋഷി സുനകിന് ഭരണം നഷ്ടമാകുന്നു, ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്, ഇനിയുമുണ്ട് വോട്ടെണ്ണി തീർക്കാൻ. പക്ഷേ അപ്പോഴും 157 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ലേബർ പാർട്ടി എന്നുള്ളതാണ്. സ്റ്റാർമർക്ക് വ്യക്തമായിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ ദിവസമായി ഇത് മാറുന്നു ജൂലൈ 5 എന്നുള്ളതാണ്. എന്നാലും ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഈ ഭരണവിരുദ്ധ വികാരവും കുടിയേറ്റ പ്രശ്നം, വിലക്കയറ്റം അങ്ങനെ നീളുന്നു. സ്വന്തം കോട്ടകൊത്തളങ്ങളിൽ പോലും വലിയ തോതിൽ തിരിച്ചടി നേരിടേണ്ടി വന്നു കൺസർവേറ്റീവ് പാർട്ടിക്ക് എന്നുള്ളത്. എന്നാൽ ഹൗസ് ഓഫ് കോമൺസിലേക്ക് ഒരു കൃത്യമായിട്ടുള്ള ലീഡ് സ്വന്തമാക്കുന്നു ലേബർ പാർട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഓക്കെ, ഞാൻ സുവിയിലേക്ക് വീണ്ടും പോവുകയാണ്. സുവി, സ്റ്റാർമറുടെ ക്യാമ്പിൽ അവിടെ ആഘോഷം തുടങ്ങിയെന്ന് തോന്നുന്നു. അവർ വിജയം ഉറപ്പിച്ചതിന്റെ ഒരു ആഘോഷ പ്രകടനങ്ങളൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. തീർച്ചയായും കീർ സ്റ്റാർമറുടെ ക്യാമ്പിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. ബ്രിട്ടന്റെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ എന്താണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയായിരിക്കും ഫലമായി വരിക. അത് ഇന്ത്യയിലെ പോലെയല്ല, അങ്ങനെ തെറ്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല ബ്രിട്ടനിൽ. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ മുതൽ തന്നെ സ്റ്റാർമറുടെ കോട്ടയിൽ ആഘോഷത്തിമർപ്പുകൾ കാണാൻ സാധിച്ചിരുന്നു. ഇത്തവണയും അത് ഉണ്ടാകും. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അഭിഭാഷകനായിരുന്നു സ്റ്റാർമർ. 2015 അദ്ദേഹം പാർലമെന്റിന്റെ അധോസഭയായ ഹൗസ് ഓഫ് കോമൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയുണ്ടായി. ജെറമി കോർബിൻ ആയിരുന്നു അവിടെ ലേബർ പാർട്ടിയിൽ അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തിയിരുന്നത്. എങ്കിൽ ഇത്തവണ ജെറമി കോർബിൻ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോഴും
അവിടെ ജെറമി കോർബിൻ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഫലങ്ങളാണ് പുറത്തുവരുന്നത്. സ്റ്റാർമർക്ക് വലിയ വിജയത്തിലേക്ക് എത്തുന്നു. 1945 ജൂലൈ 5-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു വിജയം ലേബർ പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. അന്ന് കൺസർവേറ്റീവ് പാർട്ടിയുടെ വിൻസ്റ്റൺ ചർച്ചിലിനെയാണ് ലേബർ പാർട്ടി പരാജയപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു മികച്ച വിജയത്തിലേക്ക് ലേബർ പാർട്ടി അടുക്കുന്നു എന്ന് വേണം പറയാൻ. അനുനിമിഷം ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ 157 ആയിരുന്നു ലേബർ പാർട്ടിക്ക് എങ്കിൽ ഇപ്പോൾ നിലവിൽ 170 സീറ്റുകളായി ലേബർ പാർട്ടി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. 2019 ലഭിച്ചതിനേക്കാൾ 69 സീറ്റുകൾ ലേബർ പാർട്ടി മുന്നിലാണ്. കൺസർവേറ്റീവ് പാർട്ടി 27 സീറ്റുകളിലേക്ക് നിൽക്കുന്നു. അതിൽ ഏറ്റവും വലിയ കനത്ത നഷ്ടമാണ് കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളത്. 82 സീറ്റുകൾ കുറവാണ്. കഴിഞ്ഞ 2019 82 സീറ്റുകൾ കുറവാണ്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 19 സീറ്റിലേക്ക് എത്തി നിൽക്കുന്നു. അതായത് 16 സീറ്റുകൾ 2019 16 സീറ്റുകൾ കൂടുതലാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക്. അതുപോലെ തന്നെ റഫറൽ യു കെ പാർട്ടി 3 സീറ്റുകൾ മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റവും വലതുപക്ഷ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് റഫറൽ യു കെ എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടി 3 സീറ്റുകളിലേക്ക് നിൽക്കുന്നു. ഈ റഫറൽ പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുമാണ് ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ സീറ്റുകൾ കൊണ്ടുപോകുന്നത് എന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താണോ സൂചിപ്പിക്കുന്നത് അതിലേക്ക് തന്നെ വരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 405 ആയിരുന്നു ലേബർ പാർട്ടിക്ക്, കൺസർവേറ്റീവ് പാർട്ടിക്ക് 154 ഈ ഫലങ്ങൾ ഏതാണ്ട് ചെറിയ തോതിലുള്ള പെർസെൻറ്റേജ് ഡിഫറൻസുകൾ മാത്രമാണ് ഉണ്ടാവുക. ഏതായാലും 14 വർഷത്തിന് ശേഷം ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിലേക്ക് എത്തുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വംശജനായ ഋഷി സുനക് അമ്പെ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. ബ്രിട്ടൻ എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തിയെ ആര് ഭരിക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചും വലിയ നിർണായകമാണ്. നമുക്ക് അതായത് ഇന്ത്യക്ക് ഋഷി സുനക് വന്ന സാഹചര്യങ്ങളിൽ വലിയ തോതിലുള്ള ഒരു സൗഹൃദ ബന്ധം പുനഃസ്ഥാപിക്കാനും മറ്റും സാധിച്ചിരുന്നു. എന്നാൽ ഇനി സ്റ്റാർമർ വരുന്ന ഒരു സ്റ്റാർമർ യുഗത്തിലേക്ക് എത്തുമ്പോൾ അത് സ്റ്റാർമർ യുഗത്തിലേക്കാണ് ബ്രിട്ടൻ എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സൂചിപ്പിച്ചതുപോലെ എന്താണ് ബ്രിട്ടൻ അധികാരമാറ്റത്തിലേക്ക് എത്തുന്നു. ആ ടേം ഋഷി സുനകിന്റെ ആ ടേം അവസാനിക്കുകയാണ്. ഒപ്പം കൺസർവേറ്റീവ് പാർട്ടിയുടേതും ചരിത്രം അത് വീണ്ടും വഴിമാറുകയാണ്. ലേബർ പാർട്ടി ഏറ്റെടുക്കുന്നു ബ്രിട്ടനിലെ ഭരണം. എന്നാലും ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഇപ്പോൾ സുവി വിശ്വനാഥൻ പങ്കുവച്ചത്. നമ്മൾ കൂടുതൽ വാർത്തകളിലേക്ക്, പൊളിറ്റിക്കൽ വാർത്തകളിലേക്ക് ഒക്കെ നമുക്ക് എത്താം. 9 മണിക്ക് വാർത്താരംഭം ആരംഭിക്കും. അതിലൂടെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എന്നാൽ ന്യൂസ് 18 തന്നെ തുടരുക. നേരത്തെ ഇന്നലെ നമ്മൾ ബ്രേക്ക് ചെയ്ത കൂടോത്ര വിവാദം കോൺഗ്രസിനെ എത്രത്തോളം പിടിച്ചുലയ്ക്കും എന്നുള്ളതൊക്കെ നമ്മൾ ആകാംക്ഷ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും മോർണിംഗ് വൈബ്സിന്റെ സമയം പൂർത്തിയാവുന്നു. വീണ്ടും നാളെ കാണാം. നമസ്കാരം.